ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. സർ, ഇത് നമ്മുടെ മുൻപ് ചെലവാക്കിയ കുറച്ച് ചെലവുകൾ ക്രമവൽക്കരിക്കാനും അതുപോലെ ഈ വർഷത്തെ ചില ഡിമാൻഡുകളിൽ സപ്ലിമെൻ്ററി ആയിട്ട് ഡിമാൻഡ് അവതരിപ്പിക്കുന്നത് റാറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ബില്ലാണ്. 17, 18, 19, 20, 21 തുടങ്ങിയ വർഷങ്ങളിലെ PSC കൂടി നോക്കി റെഗുലറൈസ് ചെയ്യുന്നതിൻ്റെ ഒരു സ്കീമാണ്. പക്ഷേ പൊതുവിൽ നമ്മൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ധനകാര്യ കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നുള്ളതുകൊണ്ട് അതിനകത്തേക്കൊന്നും പോയിട്ടില്ല. എന്നാൽ പൊതു ധനകാര്യ കാര്യങ്ങളാണ് പറയുന്നത്. ഒരേ കാര്യങ്ങൾ തന്നെ വീണ്ടും ആവർത്തിച്ച് പറയുക എന്നുള്ളത് ഒരു ഗീബൽസ്യൻ തന്ത്രമാണ്. സർ, നമ്മുടെ സഭയുടെ ഒരു പ്രത്യേകത പഴയ കാലത്തെ പോലെയല്ല. ഇവിടെ ഒരു കാര്യം പറയുക, അങ്ങ് ഒരു ആരോപണം പറയുമ്പോൾ, ഒരു കാര്യം പറയുമ്പോൾ അതിനെ സംബന്ധിച്ച് പരിശോധിക്കേണ്ടതാണെന്ന് പറഞ്ഞാൽ പോലും ഇവിടെ പറയുമ്പോൾ തന്നെ മാധ്യമങ്ങളിൽ പോവും, സോഷ്യൽ മീഡിയയിൽ പോവും, ലക്ഷക്കണക്കിന് ഗ്രൂപ്പുകളിലും വാട്സാപ്പ് ഗ്രൂപ്പുകളിലും പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു രീതിയാണ്. തലക്കെട്ടിന് വേണ്ടിയിട്ടുള്ള ഇങ്ങനെ വാർത്ത പറഞ്ഞാൽ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പോലെയൊക്കെ സീനിയറായ നേതാക്കന്മാരവിടെ ഇരിപ്പുണ്ട്. എത്രയോ കാലമായിട്ട് ഈ സഭയിൽ വരുന്നതാണ്. ഇപ്പോൾ നടക്കുന്ന ശൈലി തന്നെയാണോ തുടരേണ്ടത് എന്ന് അങ്ങേപ്പോലുള്ള ആളുകൾ ഉൾപ്പെടെ പ്രതിപക്ഷത്തിന് ഉപദേശം കൊടുക്കണം. കാരണം എപ്പോഴും വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറയുന്നു. എത്ര പ്രാവശ്യം പറഞ്ഞാൽ വീണ്ടും അത് തന്നെ പറയുന്നു. അത് ഈ തരത്തിലേക്ക് പ്രചരണത്തിന് പോകുന്നു. സർ, ഇവിടെ മറ്റു കാര്യങ്ങൾക്ക് മുമ്പ് തന്നെ നേരത്തെ സംസാരിക്കുമ്പോൾ ഇവിടെ എഴുതി തന്നിട്ടാണ് ഒരു അഴിമതി ആരോപണം ഉന്നയിക്കുകയുണ്ടായി. പ്ലീസ് അത് സംബന്ധിച്ച് ഒരു മന്ത്രി ഇവിടെ ഇല്ല എങ്കിലും ഇത് വന്ന സമയത്ത് തന്നെ മന്ത്രിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിശദീകരണം, ആ വകുപ്പുമായി ബന്ധപ്പെട്ടൊരു വിശദീകരണം ഞാനിവിടെ വായിക്കാം. കാരണം അതാണല്ലോ ഇന്നത്തെ ടാർഗറ്റ് പോയിന്റ്. ഓരോ ദിവസവും ഓരോ ടാർഗറ്റ് പോയിന്റ്. ഇന്നത്തെ ടാർഗറ്റ് പോയിന്റാണ് സർ. അപ്പോൾ ഞാനത് അത് വിശദീകരണം ഒന്ന് പറയേണ്ടതാണ്. കാരണം ഇത് രേഖ വരേണ്ടതാണ്. സാർ, എന്ത് രേഖ വന്നാലും അങ്ങയുടെ കയ്യിൽ ഇത് നിൽക്കില്ല. കാരണം ഇത് ഈ തരത്തിൽ അങ്ങ് പ്രചരണം നടത്തി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് തർക്കമില്ല. സർ, സെയിൽ അല്ല, അസംബ്ലിയിൽ വരുന്നതിന് വാർത്ത വരുന്നതിന് ആർക്കും വിഷമമില്ല. അങ്ങനൊരു കാര്യമല്ല ഞാൻ പറഞ്ഞത്. വാർത്ത വരുന്നതിനൊരു വിഷമം ഉണ്ടായിട്ടല്ല. കാരണം വാർത്ത വരുന്നതിന് വിഷമമുള്ള ആരെങ്കിലുമാണോ ഇതിനകത്തിരിക്കുന്ന? അല്ല. അപ്പോൾ അതിനകത്ത് പറയുമ്പോൾ എന്തോ അങ്ങക്കൊരു ഒരു വിഷമം പോലെ. ഞാൻ പറയുന്ന ആ വാർത്ത വരുന്നതിൻ്റെ ശരിയായ രീതിയല്ല എന്നുള്ളതിനെ പറ്റി പറയാൻ ഞാനത് പറയാം. പക്ഷേ ആ വാർത്തയ്ക്ക് വേണ്ടി ഒരു കാര്യം പറയുമ്പോൾ അതിനകത്തൊരു അടിസ്ഥാനമായ ചില വസ്തുതകൾ നമ്മുടെ മനസ്സിലുണ്ടാവണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അല്ലാതെ ഇതിനകത്ത് അവകാശമില്ലേ പറയാൻ? സാർ, സെയിൽ SEL കേരള ലിമിറ്റഡ് SSKL എന്ന് പറയുന്ന സ്ഥാപനത്തെ പറ്റിയാണ് ഇവിടെ പറഞ്ഞത്. സാർ, ഇവിടെ പറഞ്ഞത് 30 കോടി രൂപയ്ക്ക് വില കുറച്ച് ഒരു ഡിസ്ട്രസ് സെയിൽ നടത്താൻ വേണ്ടി തീരുമാനിച്ചു എന്നാണ് ശ്രീ സിദ്ദിഖ് നേരത്തെ എഴുതി കൊടുത്തിരുന്നു. അദ്ദേഹം ഇതിൻ്റെ ഭാഗമായിട്ട് കോഴിക്കോട് സ്റ്റീൽ കോംപ്ലക്സിൻ്റെ 300 കോടി രൂപയിലധികം വിലമതിക്കുന്ന സ്ഥലം 29 കോടി രൂപയ്ക്ക് ഛത്തീസ്ഗഡിലെ സ്വകാര്യ കമ്പനിക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട സംഭവത്തിൽ കോടികളുടെ അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ളത് സംബന്ധിച്ചാണ് അദ്ദേഹം എഴുതി കൊടുത്തത്. എന്നിട്ട് അദ്ദേഹം സർപ്പറേയും ചെയ്തു. ഞാനന്നേരം പറഞ്ഞു ഇവിടെ അദ്ദേഹം ഒരു വകുപ്പിനെ പറ്റിയാണ് പറഞ്ഞത്. അടുത്ത ദിവസം എന്തായാലും സഭയുണ്ട്, പറയാം. പക്ഷേ ഇന്ന് തന്നെ പറയണം. സാർ, എന്താ അതിനകത്ത് സംഭവം? സാർ, 1969 സ്ഥാപിതമായ സ്റ്റീൽ കോംപ്ലക്സ് ലിമിറ്റഡ് തുടർച്ചയായി നഷ്ടത്തിൽ പ്രവർത്തിച്ചതിനെ തുടർന്ന് BIFRൻ്റെ പരിധിയിൽ ഉൾപ്പെട്ട സ്ഥാപനമായിരുന്നു. BIFR എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അത് റീകൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് തകർച്ചയിലേക്ക് പോയ സ്ഥാപനത്തെ ഏൽപ്പിച്ചതാണ്. സ്ഥാപനത്തിൻ്റെ പുനരുദ്ധാരണത്തിൻ്റെ ഭാഗമായി 2008 മഹാരത്ന കമ്പനികളിലൊന്നായ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ സെയിൽ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് കേരള സർക്കാരുമായി ഒരു സംയുക്ത സംരംഭം കരാറിൽ ഏർപ്പെടുകയും തുടർന്ന് 2010 സംയുക്ത സംരംഭം നിലവിൽ വരികയും ചെയ്തു. 2013 മൂലധന നിക്ഷേപം വർദ്ധിപ്പിച്ച് അറ്റ മൂല്യം പോസിറ്റീവ് ആയതിനെ തുടർന്ന് സ്ഥാപനം BIFRൽ നിന്നും പുറത്തു വരികയും നിലവിലുള്ള സെയിൽ SEL കേരള ലിമിറ്റഡ് എന്ന പേരിൽ സംയുക്ത സംരംഭം നിലവിൽ വരികയും ചെയ്തു. SSKLൻ്റെ നിലവിലെ ഓഹരി അനുവാദം കേരള സർക്കാരിൻ്റേത് 49.26%, കേന്ദ്ര സർക്കാരിൻ്റെ ഓഹരി വീതം 49.26%. 2014 സ്റ്റീൽ ബില്ലറ്റ്സിൻ്റെ ലാഭകരമായ ഉൽപ്പാദനം യന്ത്രങ്ങളുടെ നിലവിലെ പ്രവർത്തനശേഷിയിൽ സാധ്യമല്ലാത്ത സാഹചര്യത്തിൽ പൂർണ്ണമായും നിലച്ചു. 2015 64.76 കോടി രൂപ മുതൽ മുടക്കി ഒരു 65,000 TPA TMD ഉൽപ്പാദന ശേഷിയുള്ള റീറോളിംഗ് മില്ല് സ്ഥാപിച്ച് വ്യാവസായിക ഉൽപ്പാദനം ആരംഭിച്ചെങ്കിലും ആവശ്യമായ സ്റ്റീൽ ബില്ലറ്റ്സ് സെയിലിൽ നിന്നും ലഭ്യമായിരുന്നില്ല.
2016 മുതൽ ഈ സ്ഥാപനത്തിൻ്റെ ഉൽപ്പാദനം പൂർണ്ണമായും നിലച്ചു. സെയിലുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്തി ഉൽപ്പാദനം പുനഃസ്ഥാപിക്കുക എന്ന ലക്ഷ്യം പ്രതീക്ഷിച്ച് നിലവിലുള്ള സഹകരണം സെയിലിൽ നിന്നും ലഭ്യമാകാത്തത് കാരണം കൈവരിക്കാൻ സാധിച്ചിട്ടില്ല. സർ, റീറോളിംഗ് മിൽ സ്ഥാപിക്കുവാനായി വായ്പ നൽകിയിരുന്നത് കാനറ ബാങ്ക് ആയിരുന്നു. ഈ തുക തിരിച്ചടക്കാത്തതിനാൽ ബാങ്ക് അക്കൗണ്ട് NPA ആകുകയും ചെയ്തു. വരുമാനത്തിൻ്റെ അഭാവത്തിൽ NPA ആയ കാനറ ബാങ്ക് അക്കൗണ്ടുകൾ ക്രമപ്പെടുത്തുവാൻ കമ്പനിക്ക് കഴിഞ്ഞിരുന്നില്ല. സർക്കാർ തലത്തിൽ നിരവധി തവണ ബാങ്ക് അധികൃതർ ഉൾപ്പെടെയുള്ളവരുമായി ചർച്ച നടത്തുകയും പ്രസ്തുത ചർച്ചയിൽ കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള നിസ്സഹകരണം കാരണം അന്തിമ തീരുമാനമാകാത്തതിനാൽ കാനറ ബാങ്ക് തുടർ നടപടികളുമായി മുന്നോട്ട് പോവുകയും ചെയ്തു. നിയമപരമായ നോട്ടീസുകൾക്ക് ശേഷം പലിശ ഉൾപ്പെടെയുള്ള നിലവിലെ ബാധ്യതയായ 107 കോടി രൂപ തിരിച്ചു പിടിക്കുന്നതിനായി കാനറ ബാങ്ക് നാഷണൽ കമ്പനി ട്രിബ്യൂണലിനെ NCLT സമീപിക്കുകയും ചെയ്തു. തുടർന്ന് 23/3/2023 ഈ തുക കാനറ ബാങ്കിന് തിരിച്ചു ലഭിക്കുവാൻ NCLT കോർപ്പറേറ്റ് ഇൻസോൾവൻസീസ് റെസൊല്യൂഷൻ പ്രോസസ് ആരംഭിക്കുവാൻ ഉത്തരവാകുകയും ചെയ്തു. തുടർന്ന് ഈ പ്രക്രിയ പൂർത്തിയാക്കുവാൻ ഒരു റെസൊല്യൂഷൻ പ്രൊഫഷണലിനെ നിയമിക്കുകയും ചെയ്തു. ഇപ്രകാരം റെസൊല്യൂഷണൽ പ്രൊഫഷണലിനെ നിയമിച്ചുകൊണ്ട് തുടർ നടപടികൾ തടയുന്നതിന് സർക്കാർ നിർദ്ദേശപ്രകാരം കമ്പനി അപ്പലേറ്റ് ട്രിബ്യൂണലിനെ സമീപിക്കുകയുണ്ടായി. റെസൊല്യൂഷൻ പ്രൊഫഷണൽ നാഷണൽ കമ്പനി ട്രിബ്യൂണലിൻ്റെ വ്യവസ്ഥകൾ പൂർണ്ണമായും പാലിക്കാതെ നൽകിയിരുന്ന പരസ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഛത്തീസ്ഗഡ് ഔട്ട്സോഴ്സിംഗ് സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനം നൽകിയ 29.62 കോടി രൂപയുടെ റെസൊല്യൂഷൻ പ്ലാൻ കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സ് അംഗീകരിക്കുകയും തുടർന്ന് 2/5/2024 നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ റെസൊല്യൂഷൻ പ്ലാൻ അംഗീകരിച്ച് ഉത്തരവാകുകയും ചെയ്തു. സർ, ബാങ്കിൻ്റെ ബാധ്യത ഒറ്റത്തവണ പ്രക്രിയ വഴി സെറ്റിൽമെൻറ്റ് നടത്തുവാൻ വിവിധ തലങ്ങളിലായി സർക്കാർ കാനറ ബാങ്കുമായി നടത്തുന്ന ചർച്ചകൾ പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ ആണ് സർക്കാരിൻ്റെ ആവശ്യം പരിഗണിക്കാതെ കുറഞ്ഞ തുകയ്ക്കുള്ള റെസൊല്യൂഷൻ പ്ലാൻ കാനറ ബാങ്ക് അംഗീകരിച്ചത്. സംസ്ഥാന സർക്കാരിനെ കേൾക്കാതെയാണ് ട്രിബ്യൂണൽ വിധി എന്ന് ചൂണ്ടിക്കാട്ടിയും 1961 സ്ഥലമേറ്റെടുക്കൽ നിയമപ്രകാരം സ്റ്റീൽ കോംപ്ലക്സിന് സർക്കാർ ഏറ്റെടുത്ത് നൽകിയ ഭൂമി സർക്കാർ നിശ്ചയിച്ച പാട്ടവ്യവസ്ഥയ്ക്ക് വിരുദ്ധമായി അന്യാധീനപ്പെടുത്തുവാൻ കമ്പനിക്ക് അവകാശമില്ലെന്ന അടിസ്ഥാനത്തിലും സർക്കാരിൻ്റെ രേഖാമൂലമുള്ള സമ്മതമില്ലാതെ ഭൂമി കൈയൊഴിയാനോ ഇതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനോ കഴിയില്ലെന്ന കാര്യം ചൂണ്ടിക്കാട്ടി നാഷണൽ ലോ അപ്പലേറ്റ് ട്രിബ്യൂണൽ മുമ്പാകെ സംസ്ഥാന സർക്കാർ നൽകിയ അപ്പീൽ അംഗീകരിച്ച് 2/5/2024 നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലിൻ്റെ ഉത്തരവ് അപ്പലേറ്റ് ട്രിബ്യൂണൽ 13/6/2024 മരവിപ്പിച്ചു. സർ, കമ്പനിയുടെ ഭൂമി സംബന്ധമായ ഏത് തുടർ നടപടിയും കമ്പനി ലോ ട്രിബ്യൂണലിൻ്റെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാകണമെന്നും അപ്പലേറ്റ് ട്രിബ്യൂണൽ നിഷ്കർഷിച്ചു. റെസൊല്യൂഷൻ പ്ലാൻ സമർപ്പിച്ച ഛത്തീസ്ഗഡ് ആസ്ഥാനമായ കമ്പനി വസ്തുതകൾ മറച്ചുവെച്ചുകൊണ്ട് NCLT ഉത്തരവ് നടപ്പിലാക്കുന്നതിനും അതുപ്രകാരം കമ്പനിയുടെ വസ്തുവകകൾ ഏറ്റെടുക്കുന്നതിനുമായി പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചു. പോലീസ് സംരക്ഷണം നേടുകയുണ്ടായി. അതിനെ തുടർന്ന് സംസ്ഥാന സർക്കാർ ബന്ധപ്പെട്ട വസ്തുതകൾ ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് മേൽപ്രകാരം പോലീസ് സംരക്ഷണം നൽകിക്കൊണ്ടുള്ള ഉത്തരവ് റദ്ദാക്കുകയുണ്ടായി. അത് കാരണം കമ്പനിയുടെ യാതൊരു സ്ഥാവര ജംഗമ വസ്തുക്കളും ഇതുവരെ ഏറ്റെടുത്തിട്ടില്ലാത്തതാണ്. കേന്ദ്ര സർക്കാരുമായുള്ള സംയുക്ത സമരവുമായ സെയിൽ SEL എന്ന പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ തുടർ പ്രവർത്തനം സാധ്യമാകുന്ന തരത്തിലാണ് സർക്കാർ ഓരോ ഘട്ടത്തിലും ഇടപെട്ടിട്ടുള്ളത്. കാനറ ബാങ്ക് NCLT മുമ്പാകെ ഫയൽ ചെയ്തിട്ടുള്ള കേസിൽ കമ്പനി ലോ ട്രിബ്യൂണലിൻ്റെ ഉത്തരവ് സർക്കാർ നിശ്ചയിച്ച ഭൂമിയുടെ പാട്ടവ്യവസ്ഥകൾക്ക് വിരുദ്ധമാണെന്ന സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിൽ സർക്കാരിൻ്റെ ഭാഗം കേൾക്കാതെയാണ് ട്രിബ്യൂണൽ വിധി പുറപ്പെടുവിച്ച എന്ന ഗൗരവമായ വിഷയം ഉയർത്തിക്കൊണ്ട് സംസ്ഥാന അഡ്വക്കേറ്റ് ജനറൽ നേരിട്ട് ചെന്നൈയിലെ അപ്പലേറ്റ് ട്രിബ്യൂണൽ മുമ്പാകെ ഹാജരായി അപ്പീൽ ഫയൽ ചെയ്യുകയും ഭൂമിയുമായി ബന്ധപ്പെട്ട ക്രയവിക്രയങ്ങൾ തടയുകയും ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ കാനറ ബാങ്ക് ഉദ്യോഗസ്ഥരുമായി ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി ചർച്ച ചെയ്യുകയും NCLT അവാർഡ് ചെയ്ത തുക ഈടാക്കിക്കൊണ്ട് കാനറ ബാങ്ക് കേസ് പിൻവലിക്കുന്നതിനുള്ള ശ്രമങ്ങളും സർക്കാർ തലത്തിൽ നടന്നു വരുന്നു. UDF ഭരണകാലത്ത് കാനറ ബാങ്കിൽ നിന്നും വായ്പയെടുത്ത തുക തിരികെ ലഭിക്കാത്തത് കാരണം പ്രസ്തുത ബാങ്ക് NCLT മുമ്പാകെ ഫയൽ ചെയ്ത കേസിൽ ഉണ്ടായ വിധിപ്രകാരമാണ് സെയിൽ SEL എന്ന കേന്ദ്ര സംസ്ഥാന സർക്കാർ സംയുക്തമായി പ്രവർത്തിച്ചു വരുന്ന പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ ഭൂമിയും മറ്റ് സ്ഥാവര വസ്തുക്കളും കൈമാറുന്നതിന് ഉത്തരവായിട്ടുള്ളത്. സർക്കാർ ഉടമസ്ഥയിലുള്ള ഭൂമി കൈമാറുന്നത് നിയമവിരുദ്ധമാണെന്ന നിലപാട് സർക്കാർ എല്ലാ ഘട്ടത്തിലും ഉയർത്തിയിട്ടുള്ളതും ഇപ്പോൾ അപ്പലേറ്റ് ട്രിബ്യൂണലിന് മുമ്പാകെ അത് തുടർന്നു വരുന്നതുമാണ്. അപ്പലേറ്റ് ട്രിബ്യൂണൽ പരിഗണിച്ച് ഭൂമി സംബന്ധമായ തുടർ നടപടികൾ നിർത്തിവെച്ചിട്ടുള്ളതുമാണ്. കമ്പനി കൈമാറുന്നതിനുള്ള തീരുമാനം കമ്പനി ലോ ട്രിബ്യൂണൽ പുറപ്പെടുവിച്ചിട്ടുള്ളതും സർക്കാരുമായി ബന്ധമില്ലാത്തതുമാണ്. ബഹുമാനപ്പെട്ട മെമ്പർ ഉയർത്തിയ അഴിമതി ആരോപണങ്ങൾ വസ്തുതകളുമായി ഒരു ബന്ധമില്ലാത്തതും നാഷണൽ ലോ ബോർഡ് പുറപ്പെടുവിച്ച വിധിയെ അടിസ്ഥാനമാക്കിയുള്ളതുമാണെന്ന് വ്യക്തമാക്കുന്നു. സാർ, ഇത് ഒരു ഉദാഹരണമാണ്. സാർ, കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മുടെ സഭയിൽ കൈകാര്യം ചെയ്യുന്നത് പല മെമ്പർമാരും എന്നുള്ളതിനാണ്. സാർ, ഇക്കാര്യത്തിനകത്ത് ഇങ്ങനൊരു കാര്യം ഇവിടെ പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ സാർ ഈ സഭയ്ക്കകത്ത് പറയുന്ന കാര്യങ്ങൾ സഭയ്ക്കകത്ത് നിൽക്കുകയാണ്. പലപ്പോഴും ഇത് ഹെഡിങ് ഉണ്ടാക്കുക എന്ന് പറയുന്ന തരത്തിലേക്ക് ഇങ്ങനെ അപവാദ പ്രചരണം എന്ന നിലയിലേക്ക് കാര്യങ്ങളായിക്കാണ്. ഞാൻ അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവിനോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. പക്ഷേ അതേസമയം പ്രതിപക്ഷ ഉപനേതാവിനോട് പറയാൻ കാരണം
സാർ, ഇവിടെ ഈ സഭയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കാണിക്കുന്ന മര്യാദയെല്ലാം ഉണ്ട്, മര്യാദ ഉണ്ടാവേണ്ടതാണ്. ആ തരത്തിലാണോ ഞങ്ങൾ അപ്പുറത്തിരിക്കുന്ന ആരെയും രാവിലെ ഇവിടെ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചല്ലോ, അപ്പുറത്തിരിക്കുന്ന 2 മെമ്പർമാരെ രാവിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും സംരക്ഷണവുമായി ബന്ധപ്പെട്ട പ്രശ്നം വന്നപ്പോൾ 2 മെമ്പർമാരെ പറഞ്ഞല്ലോ. ഇവിടെ കാപ്പ കേസിലെ കാര്യത്തിനകത്ത് മന്ത്രിയുടെ കാപ്പ കേസിലെ ഒരു പ്രതിയെ ഉൾപ്പെടെയുള്ളവരെ പറ്റി രാവിലെ നമ്മുടെ ആരോഗ്യമന്ത്രിയെ പറ്റി പറഞ്ഞു. ആരോഗ്യമന്ത്രി അതിൻ്റെ വിശദീകരണം നൽകി. അത് കഴിഞ്ഞിട്ട് അപ്പം ഞാൻ സംസാരിച്ചോളാം. സ്പീക്കർ പറയുന്നത് ഇതിനെ സംബന്ധിച്ച് ഞാൻ വിശദീകരണം ഇത് സംബന്ധിച്ച് ഞാൻ നൽകി. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നീട് അത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ പിന്നീട് അങ്ങേക്ക് ഉന്നയിക്കാം. ഞാൻ ആ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞത് അങ്ങനെ പോകണ്ട. അതായത് സർക്കാരിന് വേണ്ടിയിട്ടാണ് അങ്ങ് മറുപടി പറഞ്ഞത്. നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണലിൽ സർക്കാരിന് അറിയില്ലായിരുന്നു ഇങ്ങനത്തെ ഒരു വിധി വന്നതെന്നാണ്. സാർ, നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണലിന് മുമ്പിൽ ഈ കമ്പനിയുടെ ഉടമസ്ഥരാരാണ്? സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയും കേരള സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള സ്റ്റീൽ കോംപ്ലക്സും. അവരിതെല്ലാം ഈ പ്രോസസ്സ് കംപ്ലീറ്റ് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് വ്യവസായ വകുപ്പിൻ്റെ അഡീഷണൽ സെക്രട്ടറിയാണ്. സാർ, സർക്കാർ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് അവസാനം ഈ ഭൂമി പോയി 30 കോടി രൂപയ്ക്ക് പോയി 300 കോടി രൂപയുടേത് ഒരു നടപടിയും അത് സെറ്റിൽ ചെയ്യാനോ നെഗോഷിയേറ്റ് ചെയ്യാനോ ഒന്നും സർക്കാർ ചെയ്യാതെ അവസാനം അവിടെ വലിയ സമരം തുടങ്ങിയപ്പോഴാണ് സർക്കാർ അപ്പീൽ പോയതെന്നുള്ള യാഥാർത്ഥ്യം അങ്ങേക്ക് അറിയുമോ? സർ, അങ്ങനെ ഒരു ധാരണ അങ്ങേക്കുണ്ടെങ്കിൽ അത് പൂർണ്ണമായും 3 കോടി രൂപയുണ്ടായിരുന്ന ഡ്യൂസ് കേവലം 15 ലക്ഷം രൂപയ്ക്ക് സർക്കാർ സെറ്റിൽ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ സെറ്റിൽ ചെയ്ത് കൊടുക്കാനുള്ള അംഗീകാരം ഉൾപ്പെടെ കൊടുത്തപ്പോൾ സർക്കാർ അറിഞ്ഞിട്ടില്ല. ഈ NCLTയുടെ പ്രോസസ് ഒരു നീണ്ട പ്രോസസ്സാണ്. ഈ പ്രോസസ് 1, 2, 3 RPA വെച്ചത് ഉൾപ്പെടെ എല്ലാം നടന്നപ്പോൾ സർക്കാർ അറിഞ്ഞിട്ടില്ല എന്നുള്ള മന്ത്രിയുടെ വാദമാണ് ഞാൻ ഇന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം. അതിനുള്ള മറുപടി പറയൂ. വളരെ വിശദമായി ഈ സഭയിൽ കേട്ട എല്ലാവർക്കും അങ്ങക്ക് അത് മനസ്സിലാക്കാനായിട്ട് മനസ്സിലാത്തത് കൊണ്ടാണ്. ബാക്കി എല്ലാവർക്കും മനസ്സിലായി. ഇതിനകത്ത് അങ്ങക്കത് മനസ്സിലാവില്ല. ഇത് തന്നെയാണ് പ്രതിപക്ഷ നേതാവും സാധാരണ അങ്ങക്ക് മനസ്സിലാവേണ്ട കാര്യമില്ല. കാരണം അങ്ങക്ക് ഇത് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നാട്ടിൽ പ്രതിപക്ഷ നേതാവായിട്ടിരുന്നിട്ട് കാര്യമില്ല. അത് പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല, അങ്ങനെ ദേഷ്യം വന്നിട്ട് എന്താ കാര്യം? അങ്ങ് പറയുമ്പോൾ നമ്മളൊന്നും പറയുന്നില്ലല്ലോ. അങ്ങനെ ദേഷ്യപ്പെടുന്നത് എന്താ? ഇവിടെ പറഞ്ഞാലും അങ്ങനെ ദേഷ്യപ്പെടേണ്ട കാര്യം എന്താണ്? ഇവിടെ ഒരു കാര്യം പറയില്ല. ഇങ്ങനൊരു കാര്യം പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തെ പോലൊരാൾ അദ്ദേഹത്തിന്റെ ചെയറിലിരുന്ന് പറയാവുന്നതാണോ ഇത്? ഇങ്ങനെയാണോ? അദ്ദേഹത്തിന് എഴുന്നേറ്റിരുന്നാൽ അങ്ങ് എപ്പോഴും മൈക്ക് കൊടുക്കുന്നതാണ്. ധനകാര്യമന്ത്രി മറുപടി പറയുന്ന സമയത്ത് അദ്ദേഹം ഇങ്ങനെ ഒരു പ്രതികരണം നടത്തുക, കമന്റ് പറയുക എന്നത് പിൻബെഞ്ചിലിരിക്കുന്നവരൊക്കെ ആവാം, എന്തുമാവാം. അങ്ങയെ പോലെ ഒരാൾ അങ്ങനെ ചെയ്യാമോ? സർ ഒരു സെക്കൻഡ്. സർ മൈക്ക് കിട്ടിയില്ല. മൈക്ക് കൊടുക്കൂ. സർ, ഞാനിവിടെ സംസാരിക്കുന്ന സമയത്ത് എല്ലാവർക്കും മാതൃക കാട്ടി കൊടുക്കേണ്ട പാർലമെന്ററി നടപടിക്രമങ്ങൾക്ക് മാതൃക കാട്ടി കൊടുക്കേണ്ട ആളാണ് പാർലമെന്ററി മന്ത്രി. 4ഉം 5ഉം പ്രാവശ്യമാണ് ഞാൻ അനുമതി തരാതെ എഴുന്നേറ്റ് നിന്ന് അപ്പുറത്ത് നിന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. അങ്ങ് എനിക്ക് മാതൃക കാണിച്ചു തരണ്ട. വഴങ്ങുകയാണെങ്കിൽ മാത്രമേ ഞാൻ സംസാരിക്കാറുള്ളൂ. അതും പാർലമെന്ററി നടപടിക്രമമാണ്. അങ്ങേ ഞാൻ തടസ്സപ്പെടുത്താറില്ല. ഞാൻ എഴുന്നേറ്റ് നിൽക്കാറുണ്ട്. അങ്ങ് വഴങ്ങുകയാണെങ്കിൽ ഞാൻ സംസാരിക്കും. അങ്ങ് സാധാരണഗതിയിൽ വഴങ്ങാറില്ല. ഞാൻ അങ്ങയോട് ചോദിക്കാറുണ്ട് വഴങ്ങുമെന്നത്. അത്രേ ഉള്ളൂ. ഞങ്ങൾ പരസ്പര മര്യാദയൊക്കെ പാലിച്ചേ ഞങ്ങൾ ചെയ്യാറുള്ളൂ. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും ബഹുമാനപ്പെട്ട മന്ത്രിമാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഈൽഡ് ചെയ്യുന്നതാണ് നല്ലത്. സംസാരിക്കുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ചെയ്തുകൊണ്ട് സംസാരിച്ചാൽ ബുദ്ധിമുട്ടില്ല. ഇപ്പം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞപ്പം ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ ഈൽഡ് ചെയ്തു. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രിമാരും ബഹുമാനപ്പെട്ട മന്ത്രിമാർ ആവശ്യപ്പെടുമ്പോൾ ബഹുമാനപ്പെട്ട പല ഘട്ടങ്ങളിലും അദ്ദേഹം അങ്ങ് ഈൽഡ് ചെയ്യാറില്ല. അപ്പോൾ അതൊരു ഹെൽത്തി ഡെമോക്രസിക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈൽഡ് ചെയ്യുന്നത് നല്ലതെന്നുള്ള എൻ്റെ അഭിപ്രായം, ചേട്ടൻ്റെ അഭിപ്രായം. ഇവര് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ എഴുന്നേറ്റ് നിന്നല്ല, മുഴുവൻ ആളുകൾ എഴുന്നേറ്റ് നിന്നിട്ട് നമ്മളെ ഭീഷണിപ്പെടുത്തി നമ്മളെ ഈൽഡിക്കാൻ നോക്കുക. അതിന് ഞാൻ വഴങ്ങില്ല. അത് എന്റെ പ്രതീക്ഷിക്കാൻ വേണ്ട. Minister, yes. Sir. Please. Yes. എൻ്റെ അഭിപ്രായത്തിൽ ഒരു പാർലമെന്ററി പാർട്ടി വകുപ്പ് ചുമതലയുള്ള മന്ത്രിയിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടാത്തൊരു പരാമർശമാണ്
ബാക്ക് ബെഞ്ചിൽ ഇരിക്കുന്നവർക്ക് എന്തോ ആവും, ഞങ്ങൾ തന്നെ മോശക്കാരാ? അങ്ങനെ ഒരു പരാമർശം ചെയർ അതിനെക്കുറിച്ച് അഭിപ്രായം Yes, പറയാത്ത yes, yes, yes. എല്ലാവർക്കും ഒരേ റൈറ്റും ഒരേ അധികാരമല്ലേ ഉള്ളത്? Yes, yes. ഒരു ഹെൽത്തി ഡെമോക്രസിക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിക്കണം. ചെയർ ഇത് സഭക്കകത്ത് വന്നപ്പോൾ കണ്ട ഒരു പ്രാക്ടീസ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിച്ച് സംസാരിക്കുന്ന രീതിയാണ്. പ്രതിപക്ഷ നേതാവ് സംസാരിക്കുമ്പോൾ ഭരണപക്ഷത്തിലുള്ള ആളുകളും ഭരണപക്ഷ നേതൃത്വം സംസാരിക്കുമ്പോൾ പലപ്പോഴും പ്രതിപക്ഷ നേതൃത്വത്തിലുള്ള ആളുകളും അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ചെയ്ത് സംസാരിക്കും. ആ ഒരു ഹെൽത്തി പ്രാക്ടീസ് ഫോളോ ചെയ്യുന്നതാണ് നമ്മുടെ പോലുള്ള ഒരു മഹത്തായ പാർലമെൻ്ററി പ്രൊസീഡിങ്സ് ഫോളോ ചെയ്യുന്ന ഒരു സഭയ്ക്ക് ചേർന്നത്. അത് പരസ്പരം പാലിക്കാൻ രണ്ട് ഭാഗവും പ്രവർത്തിക്കണം എന്നാണ് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. യെസ് മിനിസ്റ്റർ. യെസ് സർ, നമ്മുടെ ഈ സഭയ്ക്കകത്ത് നമ്മൾ പൊതുവിൽ ഈ കാര്യത്തിനകത്ത് എടുക്കുന്ന നിലപാട് കേരളത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സംസ്ഥാനത്തെ പ്രതിപക്ഷവും ഭരണപക്ഷവും എല്ലാം ഒരുമിച്ച് സംസാരിക്കണം, കാര്യങ്ങൾ അങ്ങനെ കാണുന്നതാണ്. വന്ന് നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളെ കാണുന്നില്ല. വിമർശനം നടത്താം, വിമർശിക്കുന്നതിന് എന്താ പ്രശ്നം? ഭരണപക്ഷത്തെ നല്ലതുപോലെ വിമർശിക്കാനും കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാനുള്ള ഉത്തരവാദിത്വം പ്രതിപക്ഷത്തിനുണ്ട്. പ്രതിപക്ഷത്തിൻ്റെ കാര്യത്തിനകത്ത് പറയുന്നതിനകത്ത് കറക്റ്റ് ചെയ്ത് പറയാനുള്ള ഉത്തരവാദിത്വം ഭരണകക്ഷിക്കുണ്ട്. സർ, അതിനകത്ത് ഞാൻ പറഞ്ഞത് നമ്മളിപ്പോൾ വന്നിട്ട് കേരളത്തിൻ്റെ ഈ നന്മകളെ പറ്റിയേ അല്ല പറയുന്നത്. ഈ കേരളത്തിനകത്ത് എപ്പോഴും നെഗറ്റീവായ ഒരു കാര്യങ്ങൾ വരേണ്ട തരത്തിൽ മാത്രം ആവരുതെന്നുള്ളത് ഞാൻ പറഞ്ഞുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇനിയും ഇത്തരം കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നതിനൊക്കെ നമുക്ക് സമയമുണ്ടല്ലോ. സർ, കേരളത്തിലൊരു വികസന കാര്യങ്ങളും ഉണ്ടാവുന്നില്ല. കേരളം ആകെ തകർന്നു എന്നുള്ളത് പറയാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ജനങ്ങളിത് കാണുന്നില്ല സർ. ഇന്ന് രാവിലെ റൂൾ 300 മുഖ്യമന്ത്രിയോട് അവതരിപ്പിച്ചു. ആ മുഖ്യമന്ത്രി അവതരിപ്പിച്ചതിനെ പറ്റി വളരെ പരിചയസമ്പന്നനായ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടെ എന്താ പറഞ്ഞേ? ഇത് എന്തോ ഉടനെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ഒന്നും കിട്ടത്തില്ല എന്നൊക്കെ മനസ്സിലായി. എവിടുന്നാണ്? വേർ ഈസ് ദ റവന്യൂ റിസോഴ്സസ്? സർ, ഒരു കാര്യം ഞങ്ങൾ പറയാം. ഇവിടെ നേരത്തെ ചർച്ച ചെയ്തല്ലോ, നിങ്ങൾ നിങ്ങളുടെ ഈ പ്രയോറിറ്റീസിനെ പറ്റി പറയണം. പ്രയോറിറ്റീസ് എന്താ? ഞങ്ങളുടെ പ്രയോറിറ്റീസാണ് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞത്. പ്രയോറിറ്റീസ് പറഞ്ഞാൽ ഇതെല്ലാം കൊടുക്കും, തീർക്കും, നടക്കും എന്നുള്ളത് തന്നെയാണ്. അത് നടക്കാതിരിക്കുമ്പോൾ ഇനി പറഞ്ഞാൽ മതി. ഇത് നടക്കാതിരിക്കുമ്പോൾ ഇനി പറഞ്ഞാൽ മതി. ഇത് നടത്താൻ കഴിയും. സർ, ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു സാഹചര്യത്തിലാണ് ഈ ഗവൺമെൻറ്. BJP ഭരണത്തിൻ്റെ അങ്ങേയറ്റം എല്ലാ സംസ്ഥാനങ്ങളുടെ എല്ലാ അവകാശവും കടന്ന് കയറി ഞെരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് രണ്ടാം പിണറായി സർക്കാരിൻ്റെ പ്രവർത്തനം വന്നത്. ഇപ്പോൾ ആ സർക്കാരിന് മൂന്നാമത്തെ സർക്കാർ വന്നെങ്കിൽ ആ സർക്കാരിന് വ്യത്യാസം ഉണ്ടാവും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇന്നലെ ഇവിടെ തന്നെ പറഞ്ഞല്ലോ, ആ സർക്കാരിൻ്റെ ബലമൊന്നും പഴയ പോലില്ല, നമുക്കൊക്കെ അറിയാം. പക്ഷേ ഇതല്ലായിരുന്നു സാർ രണ്ടാം സർക്കാർ. ഞങ്ങൾ ഈ രണ്ടാം പിണറായി സർക്കാർ വരുന്ന സമയത്ത് കേന്ദ്രം എല്ലാ അവകാശങ്ങളും പിടിച്ചെടുത്ത് മുന്നോട്ട് പോകായിരുന്നു. നമ്മൾ ഭയന്നത് ഇത് മാത്രമല്ല, ഇപ്പോൾ വരുന്ന അപകടം ഉണ്ടാവില്ല എന്ന് കരുതുന്നു. കാരണം ഇന്ത്യൻ പാർലമെൻറ്റിൽ ഈ തരത്തിലാണെങ്കിൽ പാർലമെൻറ്റിലെ നമ്പർ ഉൾപ്പെടെ ഡെസിഗ്നേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്പർ ചെയ്യുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ പോകുമായിരുന്നു. കാരണം പോപ്പുലേഷൻ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ധാരാളം അപകടങ്ങൾ ഒരു ഘട്ടത്തിൽ. അതുകൊണ്ട് തന്നെ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളോട് കേന്ദ്രം കാണിച്ച നിലപാട് അത് അത്ര ഇതായിരുന്നു. ആ നിലപാടിനെതിരെ പറഞ്ഞു. ആ നിലപാട് നിൽക്കുന്ന സമയത്ത് തന്നെയാണ് ഈ കാര്യങ്ങളിൽ മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി പരമാവധി ശ്രമിച്ചത്. സാർ, അതുകൊണ്ട് തന്നെയാണ് സാർ ഇന്നലെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇവിടെ ഉന്നയിച്ചെന്ന് ചോദിച്ചു, നിങ്ങളിങ്ങനെ കടം കുറയ്ക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അപ്പം ഞാൻ ചില കണക്കുകൾ പറഞ്ഞു. കഴിഞ്ഞ 3 വർഷക്കാലത്തെ കണക്കെടുത്താൽ തന്നെ 4.5% ഉണ്ടായിരുന്നു 2020-21. ആ സമയം മുതൽ ഇങ്ങോട്ടുള്ള 3 വർഷം വലിയ തോതിൽ കുറച്ചു. അത്രയും % തരാതിരുന്നു. സാർ, 1% എന്ന് പറഞ്ഞാൽ 10,000 കോടി 11,000 കോടി രൂപയാണ്. അങ്ങനെ നമുക്ക് അർഹമായ അവരംഗീകരിച്ച 3.5% എടുക്കാം, പവർ സെക്ടർ ഉൾപ്പെടെ എടുക്കാമെന്ന് പറഞ്ഞ സ്ഥലത്ത് 2.44 തരുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ആ വർഷം എടുക്കാൻ കഴിയുന്ന 12,000 കോടി രൂപ അതിലധികം പോയി. ഇങ്ങനെ ഓരോ വർഷം കുറഞ്ഞു. ആ കുറഞ്ഞത് നിങ്ങളെന്തിനാ എടുക്കാഞ്ഞ് ചിലവാക്കാഞ്ഞ്? സാർ, നമുക്ക് എടുക്കാൻ അവകാശമുണ്ട്. ഞങ്ങളെന്ന് ഞാൻ പറയുന്നില്ല, നമുക്ക് എടുക്കാൻ അവകാശമുണ്ട്. പക്ഷെ കേന്ദ്രം പറഞ്ഞു എടുക്കാൻ പറ്റില്ല. എന്നിട്ടും അത് തരാതിരുന്നിട്ടും 3 വർഷം മാത്രമായിട്ട് 24,000-ലധികം കോടി കുറച്ചു. ഇത് ഞങ്ങൾ കേസിൽ കൊടുത്തതും കേന്ദ്രത്തിൽ കൊടുത്തതാണ്. ഈ കണക്കെല്ലാം വെച്ചിട്ടും ഇത് തരാതിരുന്നിട്ടും അത് മാനേജ് ചെയ്ത് പോയി. സാർ, ഇവിടെ ഈ പറഞ്ഞ പോലെ ബഹുമാനപ്പെട്ട മെമ്പർമാർ ചർച്ചയിൽ പറഞ്ഞതുപോലെ ഏറ്റവും നിർണായകമായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും നിന്നു പോകാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ പോയി. ഇത് വീണ്ടും മുന്നോട്ട് കൊണ്ടുപോയിട്ട് ഈ പ്രയോറിറ്റി ഏറ്റവും സാധാരണക്കാരന് കൊടുക്കാനുള്ള, ഇവിടെ കൊടുക്കാൻ പറ്റാത്തത്ര ഭീമമായ ഒരു കാര്യവും മുഖ്യമന്ത്രി പറഞ്ഞില്ല. 5 ക്ഷേമ പെൻഷനാണ് ഏറ്റവും വലിയ തുക അതിലുള്ളത്. 5 ക്ഷേമ പെൻഷൻ്റെ കുടിശ്ശിക കൊടുക്കാനുണ്ട്. ബാക്കി കൊടുക്കാനുള്ള ചെറിയ തുകകളാണ്. സാർ, കഴിഞ്ഞ മാർച്ച് മാസത്തിൽ അങ്ങയുടെ അറിവിലേക്ക് അങ്ങ് വഴി ഹൗസ് അറിയാൻ വേണ്ടി പറയണം സാർ, കഴിഞ്ഞ മാർച്ച് മാസത്തിൽ 700 കോടി രൂപ സിവിൽ സപ്ലൈസിന് കൊടുത്തു. ഇനിയും കുറച്ചുകൂടെ കൊടുക്കാനുണ്ട്. അതുൾപ്പെടെ കൊടുത്ത് സിവിൽ സപ്ലൈസിൻ്റെ എല്ലാ പ്രവർത്തനവും നന്നാക്കും. സാർ, KSRTCക്ക് 650 കോടിയാണ് സാർ കഴിഞ്ഞ മാർച്ച് മാസത്തിൽ കൊടുത്തത്. KTDFCക്ക്
വർഷങ്ങളായിട്ട് കൊടുക്കാനുള്ള അവരെടുത്ത ഓവർ ഡ്യൂ ആയിട്ടുള്ള പണവും അതുപോലെ തന്നെ KSRTC നമ്മുടെ സംസ്ഥാന സഹകരണ ബാങ്കിൽ കൊടുക്കാനുള്ള കുടിശ്ശിക ഉണ്ടായിരുന്നു. അത് NB ആവുമ്പോൾ അത് കൊടുക്കാൻ വേണ്ടി 650 കോടി കൊടുത്തു. ഇന്നലെ ഇവിടെ സഹകരണ വകുപ്പ് മന്ത്രി പറഞ്ഞല്ലോ 200 ചില്ലാനും കോടി രൂപ സഹകരണ ബാങ്കിന് ലാഭം കിട്ടി, കേരള ബാങ്കിന്. കാരണം ഈ NB ഏകദേശം 1400ഓളം കോടി രൂപ കഴിഞ്ഞ മാർച്ച് മാസത്തിൽ കൊടുത്തു സാർ. KSRTCക്ക് സാധാരണ ബഡ്ജറ്റ് വെച്ചതിൻ്റെ ഇരട്ടിയിലധികം കൊടുത്തു സാർ. മുമ്പ് KSRTCക്ക് ഇവിടെ UDF ഭരണകാലത്ത് KSRTC ഉണ്ടായിരുന്നല്ലോ, അന്ന് പെൻഷൻ ഉണ്ടായിരുന്നോ, ശമ്പളം കൃത്യമായിരുന്നു എന്നുള്ള ഓർമ്മ വേണം. ഇതൊക്കെ മറക്കാൻ പാടില്ല. പെൻഷൻ കൊടുക്കുന്നുണ്ടായിരുന്നില്ല, ശമ്പളം ഉണ്ടായിരുന്നില്ല പൂർണ്ണമായി, കുറച്ച് കൊടുത്തില്ലെന്നല്ലേ പറഞ്ഞത്. പഴയ പത്രങ്ങൾ എടുത്ത് നോക്കിയാൽ അറിയാം, പഴയ കാര്യങ്ങൾ എടുത്ത് നോക്കിയാൽ അറിയാം. ആ പെൻഷൻ കൊടുക്കാൻ തീരുമാനിച്ചു. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഒരു പദ്ധതി ഉണ്ടാക്കി ആ പെൻഷൻ 70 കോടി ഓരോ മാസം കൊടുക്കുക സാർ. ഇപ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങളെ പറ്റിയൊക്കെ നമുക്ക് ഭാവി ചർച്ച ചെയ്യണം. പക്ഷേ ഇങ്ങനെ കുറച്ചുകൂടെ സ്ട്രീം ലൈൻ ചെയ്യുന്ന കാര്യം ചർച്ച ചെയ്യാതൊന്നും പോകാൻ പറ്റുമെന്ന് എനിക്കും ധാരണയില്ല. ഇത് സിസ്റ്റമാറ്റിക് ആവാതെ അതിനകത്ത് എനിക്കും സീരിയസ് ആയിട്ട് ചർച്ച ചെയ്യുമ്പോൾ പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും ഒന്നും വ്യത്യാസം കാണില്ല. എല്ലാം പൂർണ്ണമായി നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി എന്താ സാർ? ഒരു മാസം 80 കോടി രൂപയാണ് സാർ ശമ്പളം. അതിൽ 50 കോടി സംസ്ഥാന സർക്കാരാണ് സാർ ഇപ്പോൾ കൊടുക്കുന്നത്. അപ്പോൾ പെൻഷനും ശമ്പളവും അങ്ങനെ കൊടുക്കുന്നു KSRTCക്ക്. ഈ സർക്കാർ വരുന്ന ഈ ശമ്പളം കൊടുക്കാൻ തുടങ്ങിയത് ഈ സർക്കാരിൻ്റെ സമയത്താണ്. കോവിഡ് സമയത്ത് എല്ലാം അടച്ചുപൂട്ടിയതുകൊണ്ട് സംസ്ഥാന സർക്കാർ കുറച്ച് സഹായം കൊടുത്തു തുടങ്ങി. ഈ സർക്കാർ കോവിഡ് കഴിഞ്ഞപ്പോൾ 2021 മെയ് മാസം 20-ാം തീയതി സത്യപ്രതിജ്ഞ ചെയ്ത ഈ മന്ത്രിസഭയുടെ കാലം മുതൽ എല്ലാ മാസവും KSRTCക്ക് ശമ്പളം കൊടുക്കേണ്ടി കൊടുക്കുന്നുണ്ട് സാർ. എല്ലാം നമുക്കങ്ങനെ കൊടുക്കാൻ പറ്റും, പക്ഷെ കൊടുക്കുന്നുണ്ട്. മറ്റു പല പൊതുമേഖലാ സ്ഥാപനങ്ങളിലും കൊടുക്കുന്നില്ല. പൊതുമേഖലാ സ്ഥാപനങ്ങൾ എത്ര കൊടുക്കാൻ പറ്റുക? എന്നാലും നമ്മൾ കൊടുക്കുന്നുണ്ട്. ഈ ബുദ്ധിമുട്ടിനടയ്ക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ മറ്റെല്ലാ മേഖലയിലും കൊടുക്കുന്നതിൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞത്. പരമ്പരാഗത വ്യവസായ മേഖലയിൽ ഉൾപ്പെടെ ഈ ഖാദി തൊഴിലാളികൾക്കും കശുവണ്ടിക്കും കയറിനുമൊക്കെ കൊടുക്കുന്നതിൻ്റെ ആനുകൂല്യങ്ങൾ കൃത്യമായി കൊടുക്കാനും ബാക്കി കാര്യങ്ങൾ ചെയ്യാനാണ്. നേരത്തെ ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റ് എല്ലാവരുടെ കയ്യിലുണ്ട് സാർ. 24 മെയ് വരെ ഈ നിർമ്മാണ തൊഴിലാളിയുടെ ഒക്കെ ഒഴിച്ച് ബാക്കി എല്ലാ പെൻഷൻ കൊടുത്തു. നേരത്തെ ഒരു ബഹുമാനപ്പെട്ട മെമ്പർ വിശ്വനാഥ് ഇവിടെ അവതരിപ്പിച്ച അടിയന്തര പ്രമേയത്തിന് എന്താ പറഞ്ഞത്? വളരെ വലിയ ഡ്യൂസാണ്. ആ ഡ്യൂസ് ഇല്ല, സ്റ്റേറ്റ്മെൻറ്റാണ് വെച്ച് ഈ മെയ് മാസം വരെയുള്ളത് കൊടുത്തു. 5 മാസത്തെ കുടിശ്ശികയുണ്ട്. അങ്ങനെ കൊടുത്തോണ്ട് പോകുന്നത് സാർ. കേരളത്തിൽ എന്ത് നോട്ടബിൾ ആയിട്ടുള്ള കാര്യം നടന്നു എന്നാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ചോദിച്ച മറ്റൊരു കാര്യം. എന്താണ് നിങ്ങളിവിടെ ചെയ്തത് സാർ? ഈ ചെയ്തതിൻ്റെ കാര്യങ്ങൾ അങ്ങ് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ പോകുമ്പോൾ അങ്ങേക്ക് മനസ്സിലായില്ലെങ്കിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ യാത്ര ചെയ്യുമ്പോൾ ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബിന് എന്താണ് മാറ്റം നടന്നതെന്ന് മനസ്സിലാവുന്നില്ല. പിന്നെ ബാക്കിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല സാർ. ആ നാഷണൽ ഹൈവേ കൂടെ വരുമ്പോൾ ഇപ്പോൾ ചില തടസ്സമൊക്കെ ഉണ്ട്, വഴിനീള റോഡ് വീതി കൂട്ടാനാണ് സാർ. അടുത്ത ഒരു വർഷം 1.5 വർഷം കഴിയുമ്പോൾ അങ്ങക്ക് അവിടുന്ന് യാത്ര ചെയ്യിച്ചാൽ ഈ വന്ദേ ഭാരത് എന്നൊക്കെ പറയുന്നതിനേക്കാളും വേഗത്തിൽ എത്താം. മലപ്പുറം ജില്ലയെ മാത്രം 6000 ചില്ലാനും കോടി രൂപയാണ് ലാൻഡ് അക്വിസിഷന് മാത്രം കൊടുത്തത് സാർ. അവിടെ അങ്ങ് റോഡ് വീതി എടുക്കാൻ പറ്റില്ലെന്ന് അങ്ങും കൂടി ഇരുന്ന മന്ത്രിസഭയിൽ ശ്രീ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഉമ്മൻചാണ്ടി സാർ ഉൾപ്പെടെ തീരുമാനിച്ച് 30 മീറ്ററിനപ്പുറം കേരളത്തിൽ നാഷണൽ ഹൈവേക്ക് വീതി എടുക്കാൻ പറ്റില്ലെന്ന് തീരുമാനിച്ച് ഫയൽ അടച്ചു വെച്ചാലേ നിങ്ങൾ ആണല്ലോ. ഇതെല്ലാം രേഖയുള്ളതാണല്ലോ. അത് തുടങ്ങിയത് VS-ന്റെ ഗവൺമെന്റിന്റെ കാലത്ത് തന്നെ തുടങ്ങിയ ചർച്ചകളാണ്. അത് അന്ന് വന്നു, അതിനുശേഷം ആ സമയത്തും ഏതാണ്ട് ചൈനീസ് വൻമതിൽ പോലുള്ള ഒരു സാധനമാണ് കെട്ടിവെച്ചിരിക്കുന്നത്. എനിക്ക് നന്നായി പറയാൻ കഴിയും. ഇത്ര ഒന്നും കെട്ടിപ്പൊക്കാതെ ഇതേ തരത്തിൽ ഈ 4 വരി പാത ഈ പറഞ്ഞ ഇത്രയും തരത്തിൽ ഞങ്ങളൊരു പ്രോജക്റ്റ് വെച്ചിരുന്നു, എക്സ്പ്രസ് ഹൈവേ. അന്ന് അതിന് സ്വല്പം അപ്പുറം ഇപ്പുറം കിടക്കുന്ന കാര്യം പറഞ്ഞ് പശുവിനെ അപ്പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയില്ല, ഇപ്പുറത്തേക്കും കൊണ്ടുവരാൻ കഴിയില്ല എന്ന് പറഞ്ഞ് സമരം നടത്തിയത് നിങ്ങളല്ലേ? അന്ന് ആ പ്രോജക്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഇതിൻ്റെ പകുതി ചെലവ് വരില്ലായിരുന്നു ഞാൻ പറഞ്ഞത്. അത് മറ്റൊരു വിഷയമാണ് അങ്ങ് പറയുന്നത്. എന്തായാലും എനിക്ക് മനസ്സിലാവുന്നില്ല ആ കാര്യത്തിനകത്ത്. ഈ വന്ന റോഡല്ല എന്ന് വേണമെങ്കിൽ അങ്ങ് പറഞ്ഞാലും നാട്ടുകാർ വിശ്വസിക്കില്ല. ഇപ്പം വന്നേക്കുന്ന നാഷണൽ ഹൈവേ അല്ല, ഞങ്ങൾ പറഞ്ഞ നാഷണൽ ഹൈവേ ഉള്ളായിരുന്നു. നാഷണൽ ഹൈവേ എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കുമോ? അന്ന് എക്സ്പ്രസ് ഹൈവേ എന്ന് പറഞ്ഞാൽ ഇതല്ല. എക്സ്പ്രസ് ഹൈവേയുടെ കാര്യം ഇതല്ല. അന്ന് കേരളയിൽ നിന്നുള്ള പേരല്ലെങ്കിലും അതിവേഗ പാത എന്ന് പറഞ്ഞ സജഷൻ ശ്രീ ബെന്നി ബെഹനാൻ ഇവിടെ ഈ ഹൗസിൽ ഒരു പ്രമേയം, അദ്ദേഹത്തിൻ്റെ പ്രമേയമോ അതേപോലെ സബ്മിഷനോ മറ്റുമാണ്, അത് അവതരിപ്പിക്കുന്ന ശ്രീ ഉമ്മൻചാണ്ടി സാർ പറഞ്ഞ മറുപടിയും എൻ്റെ കയ്യിലുണ്ട് സാർ. അന്ന് ഭൂമി എടുക്കുന്നതിൻ്റെ ചില ബുദ്ധിമുട്ടുകൾ പറഞ്ഞ കാര്യങ്ങൾ ഇതിനകത്തുണ്ട് സാർ.
എക്സ്പ്രസ് ഹൈവേ അല്ലാത്തതെന്നുള്ള പ്രശ്നം. റോഡ് വരുമ്പോൾ ഉയർന്നു പോവും, അതിൻ്റെയൊക്കെ പ്രായോഗിക പ്രശ്നമുണ്ട്. വലിയ റോഡ് വരുമ്പോൾ അത് നാഷണൽ ഹൈവേ അതോറിറ്റി ചെയ്യുന്നതാണ്. നമ്മളിപ്പോൾ ലാൻഡിൻ്റെ 25,000 കോടിയാണ് നമ്മളതിനകത്ത് കൊടുക്കുന്നത്. സാർ, ആ റോഡ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വരുന്ന ഈ റോഡ് ഞങ്ങൾ നിരന്തരമായി യാത്ര ചെയ്യുമ്പോൾ ഇപ്പോൾ ചില ട്രാഫിക്കിൻ്റെ പണി നടക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ഇത് കഴിഞ്ഞാൽ 6-7 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ എത്താം. നമ്മൾ പണ്ട് പ്രസംഗിക്കുമായിരുന്നല്ലോ, നിങ്ങളങ്ങ് വിദേശത്തേക്ക് പോകൂ, ഗൾഫിൽ പോകൂ, യൂറോപ്പിൽ പോകൂ, അമേരിക്കയിൽ പോകൂ. സാർ, അതുപോലെ റോഡ് വരുമ്പോൾ ആ റോഡ് റോഡാണെന്നുള്ളതിൻ്റെ ഒരു നേട്ടമില്ലേ? അത് അംഗീകരിക്കണ്ടേ? വയൽക്കിളികളെയൊക്കെ ആരാ സാർ പറപ്പിച്ചു വിട്ടത്? വയൽക്കിളികളെയൊക്കെ ആരാ പറപ്പിച്ചു വിട്ടത്? വയൽക്കിളികളെ പറപ്പിച്ചു വിട്ടതും മലപ്പുറത്തുണ്ടായ സമരങ്ങൾ പറയണോ? ഒന്നാം പിണറായി സർക്കാരിന്റെ ആദ്യകാലത്ത് ഇവിടെ ഇരിക്കുന്ന മെമ്പർമാർക്ക് ഓർമ്മയുണ്ടാവുമല്ലോ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ, മലപ്പുറത്തുൾപ്പെടെ. അവിടുത്തെ ഏത് പ്രൊജക്റ്റിനും അത്തരം തടസ്സങ്ങൾ വന്നില്ലേ? ആ റോഡ് വന്നു, ഗെയിൽ പൈപ്പ് ലൈൻ വന്നു, ഇതേപോലുള്ള ധാരാളം കാര്യങ്ങൾ വന്നില്ലേ സാർ? വിഴിഞ്ഞം സാർ, ഇവിടെ നല്ല എല്ലാ ഐഡിയയും ഞങ്ങളുടെയാണെന്നാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞത്. നല്ല ഐഡിയ ആണ് സാർ. ഐഡിയ സാധാരണഗതിയിൽ നല്ലതാണ്. ഐഡിയ ഞങ്ങളൊക്കെ ഉണ്ടാക്കിയതാണ്. മെട്രോയുടെ കാര്യം ഞങ്ങൾ ഐഡിയ ഉണ്ടാക്കി, വിഴിഞ്ഞത്തിൻ്റെ കാര്യം ഞങ്ങൾ ഐഡിയ ഉണ്ടാക്കി. അങ്ങനെ ധാരാളം ഐഡിയകളുണ്ടായിരുന്നു. ഐഡിയ ഉണ്ട്, പക്ഷെ നടപ്പിലാക്കിയത് നിങ്ങളാണ്. ശരി, നിങ്ങളുടെ ഐഡിയ നല്ല ഐഡിയ ആയിരുന്നേ അതോടെ ഞങ്ങൾ എടുത്തല്ലോ. വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിനകത്ത് വിഴിഞ്ഞം സാർ, ഇത് എങ്ങനെയാണ് വന്നത് പ്രയോഗത്തിൽ? രാവിലെ ഇവിടെ മറുപടി പറയുമ്പോൾ ഒരു കാര്യം പറഞ്ഞു, വിഴിഞ്ഞം അതെ UDF സർക്കാർ വിഴിഞ്ഞത്തിന്, അതുകൂടെ ഒരു ചരിത്രം കൂടെ ശ്രീ ശംസുദ്ദീൻ മെമ്പറോട് നോക്കുന്ന, വിഴിഞ്ഞത്തിന് സൂം ഡെവലപ്പേഴ്സ് എന്ന് പറഞ്ഞൊരു കമ്പനി 2006-2011 VS ഗവൺമെൻറ് കാലത്ത് കോൺട്രാക്ട് ഫൈനലായി. ആ കമ്പനിയുടെ കൂടുണ്ടായിരുന്ന ഒരു പാർട്ട്ണർ, അല്ലെങ്കിൽ അവർക്ക് പോർട്ട് ഡെവലപ്പ് ചെയ്യാനുള്ള സാങ്കേതിക സഹായം കൊടുത്തത് ചൈനയിലെ ഒരു കമ്പനിയാണ്. അന്ന് പ്രതിരോധ മന്ത്രി ശ്രീ AK ആന്റണിയാണ്. നരസിംഹറാവു ഗവൺമെന്റ് ചർച്ച ചെയ്തിട്ട് ഈ ഫയൽ അട്ടത്ത് വെച്ചു. ചൈനീസ് കമ്പനി ഉണ്ടെങ്കിൽ പറ്റില്ല. മൻമോഹൻ സിംഗ് സാർ, ഇവർ എണ്ണിക്കുമ്പോൾ ഞാൻ ഈൽഡ് ചെയ്താൽ സമയം കൂടുതൽ, അതുകൊണ്ട് ഇനി ഒരു ബില്ലൂടെ ഉണ്ട്. ഒരു ബില്ല് വളരെ സമയം എടുക്കാം, 3 മണിക്കൂർ എടുക്കുന്നതാണ്. അതുകൊണ്ടാണ് എനിക്ക് തടസ്സമില്ല. വിൻസെന്റ് ആണ്, 1 മിനിറ്റോടും തീരൂല, അതാണ് പ്രശ്നം. പ്രസംഗമായിരിക്കും. ടെൻഡർ ചെയ്തപ്പോൾ അതിനാവശ്യമായ ഭൂമി മുഴുവനും ഏറ്റെടുത്തു കഴിഞ്ഞു. സാമൂഹ്യ ആഘാത പഠനം നടത്തി അതിൻ്റെ മുഴുവൻ കാര്യങ്ങൾക്കും ശേഷമാണ് ടെൻഡർ ചെയ്യുന്നത്. സർ, ഈ കാര്യങ്ങൾ ഏതെങ്കിലും ഭൂമി ഏറ്റെടുത്തതിന് ശേഷമോ സാമൂഹ്യ ആഘാത പഠനം നടത്തിയോ അതിൻ്റെ മുന്നൊരുക്കങ്ങൾ ഏതെങ്കിലും നടത്തിയിട്ടാണ് സർ സൂം ഡെവലപ്പേഴ്സിലേക്ക് പോയിട്ടുള്ളത്? അങ്ങനെ പറയാൻ കഴിയുമോ? യെസ് മിനിസ്റ്റർ. ഇപ്പം ഈ ആദ്യത്തെ പോയിന്റ് പറഞ്ഞാൽ നിൽക്കാത്തതുകൊണ്ട് രണ്ടാമത്തെ ഒരു പോയിന്റ് അങ്ങ് പറയുകയാണ്. സൂം ഡെവലപ്പേഴ്സിൻ്റെ കാര്യത്തിനകത്ത് ഞാനിത് പറഞ്ഞു, ഞാൻ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു. അതുകൊണ്ട് അദ്ദേഹം പ്രധാനമന്ത്രിയെ കാണാൻ പോയപ്പോഴും മന്ത്രിമാരെ കാണാൻ പോകുമ്പോഴും ഒക്കെ അതുമായിട്ട് കുറച്ച് സഹകരിക്കാൻ കഴിഞ്ഞ ഒരാളെന്നല്ല ഇതിൻ്റെ കാര്യങ്ങൾ അറിയുന്ന സാർ. അങ്ങനെ കാണാൻ പോയി 2 പ്രൊജക്റ്റുകൾ. കൊച്ചി മെട്രോ സാർ, കൊച്ചി മെട്രോയ്ക്ക് ലാൻഡ് എടുക്കുന്നതിനും ബാക്കി കാര്യങ്ങൾക്കും എല്ലാം സ്റ്റെപ്പ് നീക്കിയതാണ് സർക്കാർ. 2 പദ്ധതികളും ഇപ്പോൾ പ്രതിപക്ഷം ചെയ്യുന്ന പോലെ അന്ന് കുറച്ചുകൂടെ സൗകര്യം ഉണ്ടല്ലോ, അവിടെ മൻമോഹൻ സിംഗ് ഗവൺമെൻറ് ആണല്ലോ, അതിന് സ്കട്ടിൽ ചെയ്ത് തടസ്സം ഉണ്ടാക്കിയത് കൊണ്ടാണ് അന്ന് അത് ടേക്ക് ഓഫ് ചെയ്യാത്തതെന്ന് ഞാൻ പറയുന്നു. കാരണം സൂം ഡെവലപ്പേഴ്സ് ഉണ്ട്. സൂം ഡെവലപ്പേഴ്സ് ഒരു ഇന്ത്യൻ കമ്പനിയാണ്. അവരുടെ ക്രെഡിബിലിറ്റി അല്ല എത്രത്തോളം വലുതെന്നുള്ളതല്ല. അന്ന് ആ കമ്പനിയും ചൈനീസ് കമ്പനിയോട് വന്ന് പറഞ്ഞു, ഇത് പ്രതിരോധപരമായ കാര്യങ്ങളിൽ ചൈനക്കാരുണ്ടെങ്കിൽ കുഴപ്പമുണ്ട്, ഓക്കെ മാറ്റിവെച്ചു. സാർ, ഇപ്പോൾ കാവ്യനീതി പോലുള്ള കാര്യം എന്താ? ഈ പോർട്ട് വന്നിട്ട് ആദ്യത്തെ കപ്പൽ സാധനമായിട്ട് വന്നത് ചൈനയെന്നുള്ള ഉപകരണങ്ങൾ കൊണ്ടാണ് വന്നത് ഇതേ പോർട്ടിൽ. അപ്പൊ ചൈനയുടെ കമ്പനി ഉണ്ടെന്നുള്ളതല്ല പ്രശ്നം. അല്ല, ഞാൻ ഇങ്ങനെ പ്രതിപക്ഷ നേതാവൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങനെ ഇരിക്കാതിരിക്കും. അല്ലല്ല, അങ്ങ് ഇങ്ങനെ പറയാണ്. യഥാർത്ഥത്തിൽ അതെന്താ സംഭവം? സാർ, ചൈന ഇന്ത്യയുമായി പ്രതിരോധ പ്രശ്നങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങളുള്ള രാജ്യമാണ്. സമീപമായ രാജ്യങ്ങൾ, ശ്രീലങ്ക ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട അയൽ രാജ്യങ്ങൾ മുഴുവൻ അവരെ ഈ തുറമുഖങ്ങൾ കയ്യിലെടുത്തുകൊണ്ട് തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾ മുഴുവൻ അവർ കയ്യിലാക്കാൻ ശ്രമിക്കുന്നു. സാർ, മിലിറ്ററി ഇൻ്റലിജൻസിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഒരു കാരണവശാലും അവർക്ക് ഇന്ത്യയിലൊരു തുറമുഖത്തിന് ഇത് കൊടുക്കരുത് എന്നുള്ള റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതിരോധപരമായ കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് അന്നത്തെ ഗവൺമെൻറ് കപ്പൽ വന്ന പോലെയാണ് അവർ വന്നിട്ട് പോർട്ട് അവരെ കൺട്രോളിലാണ്. പോർട്ട് എന്ന് വെച്ചാൽ അവരുടെ കൺട്രോളിലാണ്. ശ്രീലങ്കൻ പോർട്ട് അവരുടെ കൺട്രോളിലാണ്, അവരുടെ കയ്യിലായി. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാനുള്ള പ്രതിരോധപരമായ
പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിൻ്റെ പുറകിലുണ്ട് എന്ന് അങ്ങേക്ക് അറിയാലോ. എന്തിനാ പിന്നെ ഇങ്ങനെയാണ് പറയുന്നത്? സർ, അങ്ങക്ക് പ്രതിരോധപരമായ കാര്യങ്ങളുണ്ടെങ്കിൽ അറിയാം. എന്നാലും കേരള ഗവൺമെന്റ്, കേരള മുഖ്യമന്ത്രിക്കോ കേരള ഗവൺമെന്റിനോ അന്ന് പാർലമെന്റിലോ ഈ കാര്യം പറഞ്ഞില്ല. അങ്ങക്ക് കുറച്ചുകൂടി ഭരണവുമായി കേന്ദ്ര ഗവൺമെന്റും അല്ലെങ്കിൽ കോൺഗ്രസ് ഗവൺമെന്റ് ആയതുകൊണ്ട് അടുത്ത കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ടായിരിക്കും. എന്തായാലും അത്തരം കാര്യങ്ങളൊന്നും അവര് പറഞ്ഞിട്ടല്ല ഈ കാര്യം ചെയ്തത്. പല കാര്യം പറഞ്ഞിട്ട് അനുവാദം തന്നില്ല. ഞാൻ പറഞ്ഞത് എന്തായാലും പഴയ ചരിത്രം നമ്മൾ പറയണ്ടല്ലോ. വിഴിഞ്ഞ് വന്ന് തുടങ്ങി ലാൻഡ് എടുത്ത കാര്യം ചോദിച്ചല്ലോ ശ്രീ വിൻസെന്റ്. ലാൻഡ് 1500 ഏക്കർ എടുക്കാനായിട്ട് അന്ന് തീരുമാനിച്ച ലോക്കലായ ഒരു അജിറ്റേഷൻ വന്നിട്ട് ഇവിടെ ഇരിക്കുന്ന നേതാക്കന്മാർക്കൊക്കെ അറിയാം, അവർക്കും അറിയാം. അന്നത്തെ ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി സമരം വന്നപ്പോൾ അത് ലിമിറ്റ് ചെയ്ത് 500 ചില്ലാനോ 600 ചില്ലാനോ ഏക്കർ ഞാൻ ഓർക്കുന്നില്ല. അങ്ങനെ ആ സ്ഥലം എടുക്കാനുള്ള നടപടിക്രമം എടുത്തു. അന്ന് സ്ഥലം എടുത്ത് തുടങ്ങിയ സ്ഥലമാണുള്ളത്. ഇപ്പോൾ അന്നത്തെ നിങ്ങളുണ്ടാക്കിയ സമരം കാരണമാണ് വാസ്തവത്തിൽ ആവശ്യത്തിന് സ്ഥലമില്ലാത്തത്. അത് പോട്ടെ, എന്തായാലും അന്ന് തുടങ്ങിയതാണ് ആ പ്രക്രിയ. എന്തായാലും വിഴിഞ്ഞം വന്നു. പിന്നീട് അത് പ്രാക്ടിക്കലി തുടങ്ങിയത് പിണറായി ഗവൺമെൻറ് സമയത്താണെന്നുള്ള തർക്കമില്ലല്ലോ. പക്ഷേ നമുക്കെല്ലാം പങ്കുണ്ട്, നിങ്ങൾക്കും പങ്കുണ്ട്, ഞങ്ങളതൊന്നും തള്ളിക്കളയുന്നില്ല. ഇതുപോലെ തന്നെയാണ് സാർ, ഈ ശ്രീധരനെ അന്ന് തന്നെ മുഖ്യമന്ത്രി തന്നെ കണ്ടിരുന്നു, വിളിച്ചു, ക്ഷണിച്ചു, അനുവാദം ചോദിച്ചു. അപ്പോൾ ഇതുപോലെ ടെക്നിക്കൽ തടസ്സമാണ്. അത് സർക്കാരിൻ്റെ ക്യാപിറ്റൽ തന്നെ വേണം, ഇത് പ്രൈവറ്റ് PPP മോഡൽ വേണമെന്നാണ് കേന്ദ്ര ഗവൺമെൻറ് നയം. PPP മോഡൽ പറ്റില്ല എന്ന് നമ്മൾ പറഞ്ഞു. അവസാനം PPP മോഡൽ അല്ലാതാണല്ലോ ചെയ്തത്. ആ 5 വർഷക്കാലം തടഞ്ഞു. അവസാനം കേന്ദ്ര ഗവൺമെൻറ് അനുവാദം തരാൻ താമസിക്കുന്നത് കൊണ്ട് ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചു. ബഡ്ജറ്റിനകത്ത് പണം വെച്ച് ഇപ്പോഴത്തെ കലൂരിലെ ഓവർബ്രിഡ്ജ് അടക്കമുള്ള ഓവർ ബ്രിഡ്ജുകളിൽ അതിൻ്റെ മേളിൽ കൂടി എനേബിളിംഗ് വർക്ക് ശ്രീധരൻ സാർ, അദ്ദേഹം ആ ടെക്നോളജിയുടെ ഈ കാര്യത്തിനകത്ത് വളരെ നന്നായി ചെയ്യുന്ന ആളാണ്. അദ്ദേഹം കൂടി പറഞ്ഞ നിർദ്ദേശം അനുസരിച്ചിട്ട് അന്ന് ഈ മെട്രോ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഇനേബിളിംഗ് വർക്കുകൾ ചെയ്തത്. ഞാൻ പറഞ്ഞത് ഇടതുപക്ഷം ഇത്തരം വികസന കാര്യങ്ങളിൽ എടുക്കുന്ന സമീപനമാണ്. അത് മാത്രമല്ല, നേരത്തെ ഞാനിവിടെ അവതരിപ്പിച്ച ഒരു കാര്യമുണ്ടല്ലോ വ്യവസായ വകുപ്പിൻ്റെ. സാർ, ഈ നമ്മുടെ വെള്ളൂർ ന്യൂസ് പ്രിൻ്റ് അടക്കമുള്ള സ്ഥലങ്ങളിൽ ആ സ്ഥലം മുഴുവൻ കേന്ദ്ര ഗവൺമെൻറ് വിൽക്കാൻ ആലോചിച്ചപ്പോൾ ആ സ്ഥലം അങ്ങനെ കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നമുക്കത് വിട്ടുതരണമെന്ന് പറഞ്ഞ് പണം നമ്മൾ കൊടുത്തിട്ട് എടുത്തില്ലേ? പാലക്കാട്ടെ ചില ഫാക്ടറികളിൽ നമ്മുടെ സ്ഥലം അങ്ങനെ എടുത്തില്ലേ? ഇപ്പോൾ പല പ്രധാനപ്പെട്ട കേന്ദ്ര ഗവൺമെൻറ്റിന് അവർ പ്രവർത്തനം തുടങ്ങാൻ വേണ്ടി സ്ഥലം എടുത്തു കൊടുത്തത് സംസ്ഥാന സർക്കാരാണ്. അതൊക്കെ വിറ്റു തെളിക്കാൻ പോകുമ്പം ആ സ്ഥലം കൂടി എടുത്ത് വിൽക്കാൻ സമ്മതിക്കാതെ ചെയ്യുന്നൊരു സർക്കാരാണ് സാർ. അങ്ങനെ എത്ര കാര്യങ്ങൾ കേരളത്തിൽ വന്നിട്ടുണ്ട്. ഇപ്പം നാളെ തന്നെ IBMൻ്റെ ഒക്കെ നേതൃത്വത്തിലുള്ള വലിയൊരു പ്രവർത്തനം എറണാകുളത്ത് നടക്കുകയാണ്. എത്ര പുതിയ സ്ഥാപനങ്ങളാണ്. ഇവിടെ പറഞ്ഞല്ലോ ടെക്നോ പാർക്കിൻ്റെ, അങ്ങത് പറഞ്ഞപ്പോൾ അതിൻ്റെ ആശയം ഗൗരിയമ്മയും ഇടതുപക്ഷ സർക്കാർ എന്നങ്ങ് പറഞ്ഞില്ല. EK നായനാർ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് വിദേശത്ത് പോയപ്പോൾ അവിടെ നിന്നുണ്ടായ ഒരു ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സിയാറ്റിലോ മറ്റോ നോക്കിയിട്ടാണ് ഈ ആശയം വരുന്നത്. എനിക്കും ആ സമയത്ത് ഞാനൊന്ന് കോളേജ് വിദ്യാർത്ഥിയാണ്, യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻറ് സിൻഡിക്കേറ്റ് മെമ്പറായിരുന്നു സാർ. ഈ കേരള യൂണിവേഴ്സിറ്റിയുടെ 50 ഏക്കർ വിട്ടുകൊടുക്കാൻ വേണ്ടി ആദ്യം തീരുമാനിക്കുന്നത് കേരള സർവകലാശാലയാണ്. അന്ന് സർവകലാശാലയുടെ സ്ഥലം വിട്ടുകൊടുക്കാവുന്നൊരു തർക്കം വന്നു. അപ്പോൾ ഞങ്ങൾ സ്റ്റുഡൻസ്, ഞങ്ങൾ SFI പ്രവർത്തകരാണ്. സർവകലാശാലയുടെ സ്ഥലമായാലും അവിടെ 50 ഏക്കർ 50 ഏക്കർ വന്നതിൻ്റെ ഓർമ്മ, 50 ഏക്കർ വിട്ടുകൊടുക്കണം. അപ്പോൾ ഗൗരിയമ്മ മന്ത്രി, മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട EK നായനാർ, ഗൗരിയമ്മ മന്ത്രി, അവരെല്ലാം സംസാരിച്ച് അങ്ങനെ 50 ഏക്കർ ആദ്യമായിട്ട് കേരള സർവകലാശാല വിട്ടുകൊടുത്തെടുത്താണ് ഈ ടെക്നോ പാർക്ക് വന്നത്. ടെക്നോ പാർക്ക് വന്നു. അതിനടുത്ത ഘട്ടത്തിൽ UDF LDF മാറി വരുന്നൊരു സ്ഥലത്ത് അങ്ങനെ പങ്കില്ലെന്ന് ആരും പറയുന്നില്ല സാർ. അതിനുശേഷം അത് തുടങ്ങി, അതിൻ്റെ ബാക്കി കാര്യങ്ങൾ UDF ആയിരിക്കും ചെയ്തത്. പക്ഷേ ആ സർക്കാരാണ് ആ സ്ഥലം വിട്ടുകൊടുത്തതാണ്. അന്ന് സിൻഡിക്കേറ്റിലും സെനറ്റിലും ഉണ്ടായിരുന്ന ഒരാളെന്ന നിലയിൽ അഭിമാനത്തോടു കൂടി ആ കാര്യം അന്നത്തെ ഓർമ്മ ഞാൻ പറയുന്നേ ഉള്ളൂ. പിന്നീട് ആ ടെക്നോ പാർക്ക് വന്നു, കുറേയേറെ ബിൽഡിംഗ് വന്നു സാർ. ഇപ്പോൾ തിരുവനന്തപുരം ടെക്നോ പാർക്ക് ഫേസ് 2ഉം ഫേസ് 3യും. ഫേസ് 3യിൽ ഏകദേശം 500 ഏക്കർ എടുത്തതാരാ? LDF ഗവൺമെൻറ്റാണ്. ഇപ്പോൾ ഈ വലിയ കെട്ടിടങ്ങളെല്ലാം വരുന്നത് എപ്പോഴാണ്? ഒരു കാലത്ത് അവിടെ എങ്ങനെയായിരുന്നത് സാർ? സൈബർ പാർക്ക്, കോഴിക്കോട് പാർക്ക്, ഇങ്ങനെ പല പാർക്കുകളും ഈ ഘട്ടത്തിൽ വന്നുണ്ട്. ഇപ്പം അത് മാത്രമല്ല, ചെറിയ പാർക്കുകൾ ഓരോ പ്രദേശത്തും വരിക. സാർ, നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് പ്രതീക്ഷ കൊടുക്കാവുന്ന തരത്തിലേക്ക് കൂടുതൽ കാര്യം ചെയ്യണം. അതിനകത്ത് 2 ഗവൺമെൻറ്റുകളും ചെയ്യേണ്ടതാണ്, 2 മുന്നണികളും ചെയ്യേണ്ടതാണ്, തർക്കമൊന്നുമില്ല സാർ. ടെക്നോ സിറ്റിക്ക് 500 ഏക്കർ 450 ഏക്കർ ആ ടെക്നോ സിറ്റിക്ക് എടുത്തത്. 5 വർഷം നടന്നില്ല. KSITL എന്ന് പറയുന്ന കമ്പനി ഉണ്ടാക്കി, അതുവഴിയാണ് നമ്മൾ അന്ന് ലാൻഡ് എടുത്തത്. എനിക്ക് അന്നത്തെ ആ കാര്യങ്ങൾ അറിയാം. ഈ സ്ഥലം 50 ഏക്കർ കൊടുത്തല്ലോ. ഇൻഫോസിസിനും US ടെക്നോളജിക്കും ഒക്കെ കൊടുത്ത സ്ഥലമുണ്ടല്ലോ, ചുമ്മാതെ കിടക്കുകയായിരുന്നല്ലോ. ആ സ്ഥലത്തെല്ലാം ഇൻഫോസിസും US ടെക്നോളജി അടക്കമുള്ള ടെക്നോ പാർക്കിൻ്റെയും മറ്റ് ഡെവലപ്മെൻറ്റിൻ്റെ ചരിത്രം പറയാനുണ്ട്. അപ്പോൾ കേരളത്തിനകത്ത് സാർ തിരുവനന്തപുരം വിമാനത്താവളത്തിന് ഈ പുതിയ ഇൻ്റർനാഷണൽ ഇപ്പോൾ ആ വന്നേക്കുന്ന ടെർമിനൽ വരുന്ന സ്ഥലം എന്നാ എടുത്തത്? ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷനായിട്ടുള്ള അമിതാഭ് കാന്ത് ആയിരുന്നു അതിൻ്റെ സ്പെഷ്യൽ ഓഫീസർ.
ഇവിടെ ഇരിക്കുന്നവർക്കൊക്കെ MLA-മാരൊക്കെ അറിയാം. അദ്ദേഹമായിരുന്നു എൻ്റെ സ്പെഷ്യൽ ഓഫീസർ. എത്ര പണം കൊടുത്തിട്ടാണ് ആ ചാക്ക ഭാഗത്തുള്ള സ്ഥലം എടുത്തത്? സാർ, കേരളത്തിൽ ഇപ്പോൾ തന്നെ കോഴിക്കോട് എയർപോർട്ട് അത് ഒരു ഇല്ലാതാക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് ശ്രമിക്കുമ്പോൾ നമ്മൾ ലാൻഡ് എടുത്ത് കൊടുത്ത് ശ്രീ ഇബ്രാഹിം MLA ഉണ്ടല്ലോ ഇവിടെ, നമ്മളെ ലാൻഡും വഴിയും ഒക്കെ എടുക്കുന്നതിന് സ്ഥലം പണം കൊടുക്കുന്നില്ലേ? സാർ, കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യ കാര്യങ്ങളിൽ എല്ലാ സ്ഥലത്തും അങ്ങനെ ചെയ്യുന്ന. അപ്പോൾ എന്താണ് കേരളത്തിലുള്ളതെന്ന് അങ്ങേപ്പോലെ പരിണതപ്രജ്ഞരായ ആളുകൾ ചോദിച്ചുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും അങ്ങ് പറഞ്ഞല്ലോ, അരിമണയൊട്ട് കുറിക്കാനില്ല, തരിവളയിട്ട് നടക്കാൻ കിളിക്കാൻ മോഹം എന്ന്. സാർ, ഇവിടെ അരിമണി ഇഷ്ടം പോലെ കുറിക്കാനുമുണ്ട്, തരിവളയുണ്ട്. ഇതൊക്കെ ഇട്ടുകൊണ്ട് നടക്കാവുന്ന സ്ഥലത്തിൽ തന്നെ കേരളത്തിലെ കാര്യങ്ങൾ ഈ സർക്കാർ കൊണ്ടുപോകും. അങ്ങൊക്കെ സന്തോഷത്തോടെ ഇത് കാണാം. അങ്ങും കാണുമ്പോൾ സന്തോഷിക്കുന്ന വിചാരിക്കുന്നത്. ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. സാർ, ഇവിടെ മറ്റ് പല ആരോപണങ്ങൾ പോലെ പലതും പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല. എങ്ങനെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ കാര്യങ്ങളൊക്കെ നടത്താനും കൊടുക്കാനും തന്നെയാണ് സാർ ഞങ്ങൾ വിചാരിക്കുന്നത്. സാർ, മാച്ചിങ് ഗ്രാൻഡ് ഇല്ലാത്തതല്ല കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തെ പ്രശ്നം. സാർ, മാച്ചിങ് ഗ്രാൻഡ് മാത്രമല്ല, നമുക്ക് തരേണ്ട പണത്തിൻ്റെ കാര്യം തന്നെയാണ് നമ്മൾ പറയുന്നത്. തരേണ്ട പണമുണ്ട്. മാച്ചിങ് ഗ്രാൻഡിൻ്റെ കാര്യത്തിൽ അവർ നമുക്ക് എതിരായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന കാര്യവും പിന്നെ നമുക്ക് പരിഹരിക്കേണ്ടതാണ് സാർ. സാർ, ഇവിടെ ഈ കിഫ്ബിയുടെ കാര്യത്തിനകത്ത് പലിശ വലിയ തോതിൽ അടച്ചു എന്ന് പറഞ്ഞ ഒരു കാര്യം പറഞ്ഞു. അത് പ്രതിപക്ഷ നേതാവും പറഞ്ഞു, അതിനു മുമ്പ് സംസാരിച്ചപ്പോഴും പറഞ്ഞു. സാർ, പലിശ എടുത്ത പണത്തിന് പലിശ 9.4% എടുത്ത് ആ പലിശ കൊടുക്കേണ്ടതല്ലേ? പലിശ അടച്ച് മസാല ബോണ്ട് എന്നുള്ള പേര് തന്നെ എന്താ? മസാല. ഇന്ത്യൻ റുപ്പിയിലെടുത്ത് ഇന്ത്യൻ റുപ്പി തന്നെ പലിശ കണക്കൂട്ടാം. സാധാരണ എക്സ്റ്റേണലി എയ്ഡഡ് പ്രൊജക്റ്റ് ആകുമ്പോൾ EIP-കളുടെ പ്രത്യേകത ഈ ഡോളറിനകത്ത് വരുന്ന യൂറോയ്ക്കകത്ത് വരുന്ന വ്യത്യാസം നമുക്ക് നഷ്ടം വരും. പലപ്പോഴും നമുക്ക് നഷ്ടം വരാറുണ്ട്. അതുകൊണ്ടാണ് മസാല ബോണ്ട് എന്നുള്ള പേരിട്ടിട്ട് ഇന്ത്യൻ രൂപ തന്നെ കൊടുക്കാനായിട്ട് തീരുമാനിച്ചത്. അപ്പോൾ ആ ഇന്ത്യൻ രൂപയെ തന്നെ കൊടുത്തു. അതിനകത്ത് പലിശ പറഞ്ഞത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് അതൊരു പൊതുവായിട്ടുള്ള നമ്മുടെ ഈ കേരളത്തെ സംബന്ധിച്ചൊരു ഫിനാൻഷ്യൽ സ്റ്റാറ്റസിൻ്റെ അംഗീകാരം കൂടിയാണല്ലോ. അല്ലെങ്കിൽ വിദേശത്തെ എക്സ്ചേഞ്ചിൽ പോയിട്ട് മണിയടിച്ചതുകൊണ്ട് മാത്രം ആരെങ്കിലും മണിയടിച്ചതുകൊണ്ടൊന്നും പണം കിട്ടത്തില്ലല്ലോ. അപ്പോൾ അത് ആ പലിശ കൊടുത്തു എന്നല്ലാതെ അതെന്താണ്ട് വലിയൊരു കാര്യമാണ് എന്ന് പറയുന്ന കാര്യത്തിലേക്ക് പറയുന്നത് ശരിയല്ല. സാർ, ഇവിടെ ഈ രാഷ്ട്രീയ കാര്യങ്ങൾ കുറേയേറെ പറഞ്ഞതിൻ്റെ കാര്യങ്ങളിലൊന്നും ഞാൻ പറയുന്നില്ല. ഈ ബഷീർ ഇവിടെ അദ്ദേഹം സ്വതസിദ്ധമായിട്ടുള്ള പിന്നെ ശൈലിയിൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്തായാലും ഞാൻ ഇന്നലെ പറഞ്ഞത് വെച്ചിട്ടുള്ള വിവാദങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഞാൻ പറഞ്ഞത് അന്നുണ്ടായ കേസ്, അന്നത്തെ പത്രങ്ങളിലെല്ലാം വന്ന വലിയ വാർത്ത വേണമെങ്കിൽ അങ്ങേക്ക് തരാം. ഞാനിവിടെ ഇന്നും അങ്ങേക്ക് വിഷമം ഉണ്ടാക്കാനും വിവാദം ഉണ്ടാക്കാനൊന്നും പറയുന്നില്ല. അന്നത്തെ കേസ് സുപ്രീം കോടതി വരെ പോയി ഫൈറ്റ് ചെയ്തിട്ടുള്ളതാണല്ലോ നിങ്ങൾ. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ജോബി ആൻഡ്രൂസ് എന്ന് പറയുന്ന താമരശ്ശേരി സ്കൂളിൽ വെച്ചിട്ട് താമരശ്ശേരിക്കാരനായ വിദ്യാർത്ഥിയെ ക്യാമ്പസിനകത്ത് കൊലപ്പെടുത്തിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. പഴയ കാര്യമല്ലേ എന്ന് ഇപ്പോൾ അപ്പുറത്ത് നടന്ന് ചോദിക്കുന്നു. എനിക്കറിയാം ജോബി ആൻഡ്രൂസ് അവിടെ പഠിക്കുമ്പോൾ ഞാനൊക്കെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരായിരിക്കുന്ന സമയത്ത് പത്തനാപുരത്താണ്, ഞങ്ങളുടെ സ്ഥലത്താണ്. അവിടുത്തെ സ്കൂളിൽ ബോർഡിങ്ങിൽ നിന്ന് പഠിച്ചിരുന്നതാണ്. പിന്നെ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ട് എനിക്ക് പരിചയമുള്ളതാണ്. അവിടെ പോകുമ്പോൾ പ്രീ ഡിഗ്രിക്ക് പത്തനാപുരം കോളേജിലാണ് പഠിച്ചത്. അവിടെ പോകുമ്പോൾ ഒരു ജാഥയിൽ SFI ജാഥയിൽ പോകുമ്പോഴാണ് അവിടെ ഈ ആക്രമിക്കപ്പെട്ടത്. അന്നൊക്കെ ആ മരണത്തിൽ ആ കൊലപാതകമാണെന്നും രക്തസാക്ഷിയാണെന്നും വിചാരിക്കുന്ന ആളുകൾ അപ്പുറത്ത് ഈ രക്തസാക്ഷിത്വത്തിനൊന്നും വിലയില്ലെന്ന് പറഞ്ഞിരിക്കുന്നുണ്ടാവും. ഈ രക്തസാക്ഷിത്വം തന്നെയാണ്. അന്ന് ആ കുട്ടി 17 വയസ്സുള്ളൊരു കുട്ടിയെ കൊലപ്പെടുത്തിയ സംഭവം അടക്കം ഉണ്ടായിട്ടുണ്ട്. വിദ്യാർത്ഥി ജാഥ പോകുമ്പോൾ സാധാരണഗതിയിൽ താമരശ്ശേരി പോലുള്ള സ്ഥലത്ത് SFIക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത സ്ഥലത്ത് ചെല്ലുമ്പോൾ ആക്രമിച്ചതാണ്. ആ സംഭവങ്ങളൊന്നും എടുത്തിട്ട് ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കേണ്ട. ഞാനത് പറഞ്ഞപ്പോൾ ഇന്നലെ ശുഭിതമായതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ആ കേസും പേപ്പറും എല്ലാം ഉള്ളതുകൊണ്ട് തന്നെയാണ്. ഇവിടെ നേരത്തെ ശ്രീ ബാലേന്ദ്രൻ പിന്നെ തുടങ്ങിയത് നൈന സാഹിനി, അതും പഴയ സംഭവമാണ്. സാർ, ഇത്തരം പഴയ സംഭവങ്ങൾ പറയുകയും ഇപ്പോഴത്തെ സംഭവങ്ങൾ സാർ അണ്ടർ ദ ടേബിൾ രാഷ്ട്രീയം വേണ്ട. ഇതുപോലുള്ള കാര്യം പറയുന്നതല്ല. ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിച്ച് അതിൻ്റെ പേരിൽ നമ്മൾ കാശ് ചെയ്യാൻ ശ്രമിക്കരുത്. സാർ, ഇവിടെ ആരോപണങ്ങളുടെ പെരുമഴയായിരുന്നല്ലോ. ബിരിയാണി ചെമ്പിനകത്ത് കൊണ്ടുവന്ന കാര്യങ്ങളെപ്പറ്റി പറഞ്ഞല്ലോ. നിങ്ങൾ എത്രയെത്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒക്കെ സമയങ്ങളിൽ. അത് ജനങ്ങൾ എത്രത്തോളം നിങ്ങൾ സെറ്റിൽ ചെയ്യാൻ ഓടിയതിൻ്റെ കഥ അതൊക്കെ നമ്മൾ സാധാരണ പറയാറില്ല. ഇനി പറയേണ്ടി വരും. ഞാൻ അപ്പുറത്തിരിക്കുന്ന മെമ്പർമാരുടെ പേരെടുത്ത് പറയാത്തത്, 2-3 മെമ്പർമാരുടെ പേരെടുത്ത് പറയാത്തത് ആ മാന്യത കൊണ്ടാണ്. ഇത് എത്ര കഥകളാണ് ഉണ്ടാക്കിയത്? എവിടെയാണ് സെറ്റിൽ ചെയ്യാൻ പോയത്? നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കേരളത്തിലെ രാഷ്ട്രീയത്തിന് നേരത്തെ ഉണ്ടായിരുന്നൊരു ഗുണമുണ്ട്. ഇല്ലാത്ത കഥകൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന രീതി അത് ഞങ്ങൾക്കെതിരെ മാത്രമാണെന്നൊന്നും ഞാൻ കരുതുന്നില്ല. സാർ, ഈ ഇടയ്ക്കൊരു കഥ കേട്ടു.
ഈ കൂടോത്രത്തിൻ്റെ കാര്യം ഒന്ന് കൺഫേം ചെയ്യേണ്ടതാണ്. ഞാൻ അതിനെ ഈ കൂടോത്രത്തിൻ്റെ സംഭവം ഉണ്ടായത് നേരത്തെയാണെന്ന് പറഞ്ഞത് ശരിയാണോ സാർ? എനിക്ക് അറിഞ്ഞുകൂടാ സാർ. നേരത്തെ 2 വർഷം മുമ്പോ 1.5 വർഷം മുമ്പോ ഉണ്ടായ സംഭവം ഇപ്പോൾ ഏതോ ചില ചാനലുകളിൽ കൂടി പുറത്തുവിട്ടതാണെന്ന് പറയുന്നു. സാർ, ഇടതുപക്ഷത്തിന് നേരെ മാത്രമല്ല ഈ ആക്രമണം, സ്വന്തം അകത്തും ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുക എന്നുള്ള രീതിയുണ്ട്. ഇതൊക്കെ ഈ ആവശ്യമില്ലാത്ത ആരോപണങ്ങൾ, തെറ്റായ കാര്യങ്ങൾ, ഇല്ലാത്തൊരു കഥ പറഞ്ഞുണ്ടാക്കുന്ന രീതി ശരിയല്ല. നമുക്ക് കേരളത്തിനെ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ പോരായ്മ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല, അതിനകത്ത് നമുക്ക് ചർച്ച ചെയ്യാമല്ലോ, പരിഹരിക്കാമല്ലോ. ഏതെങ്കിലും സ്ഥലത്ത് ഇടതുപക്ഷത്തിന് മാത്രമായിട്ട് ഈ വികസന കാര്യങ്ങളിൽ ഞങ്ങൾ പ്രത്യേകമായിട്ട് ഞങ്ങൾ എടുക്കുന്നുള്ളൂ? കിഫ്ബിയുടെ ഫണ്ട് നോക്കിയാൽ മതി, കിഫ്ബിയുടെ ഫണ്ട് എടുത്ത് ഉൾപ്പെടെ നോക്കിയാൽ മതി. ഞാൻ പറഞ്ഞ LDFിൻ്റെ പല സീറ്റുകളിലും പല മണ്ഡലങ്ങളിലും ഉള്ളതിനേക്കാൾ എത്രയോ അധികം UDFിൻ്റെ സ്ഥലത്ത് കൊടുക്കുന്നുണ്ട്. സർ, അങ്ങനെ രാഷ്ട്രീയമായിട്ടൊന്നും ഞങ്ങൾ ഇക്കാര്യത്തിനകത്തൊന്നും കാണുന്നില്ല. പക്ഷേ ഈ പറഞ്ഞ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് ഈ കാര്യം പറയുന്നത് ശരിയല്ല. പിന്നെ ഇവിടെ GSTയുടെ ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ചതാണ്, ഞാനതിന് സമയം എടുക്കുന്നില്ല, കാരണം ഒരു ബില്ലൂടെ ഉണ്ട്. സാർ, തമിഴ്നാട് GSTയുടെ കാര്യത്തിനകത്ത് IIT-യുടെ സഹായം സ്വീകരിച്ചെന്ന് പറഞ്ഞു. ഞാൻ അവരുടെ നല്ല കാര്യങ്ങളൊന്നും കുറച്ച് കാണുന്നില്ല. പക്ഷേ ഈ കഴിഞ്ഞ GST കൗൺസിലിൽ പറഞ്ഞതും ഹിന്ദു പത്രത്തിൽ വന്നൊരു വാർത്ത, കേന്ദ്ര ധനകാര്യമന്ത്രി തന്നെ പറഞ്ഞൊരു പരാമർശമുണ്ട്. അവർക്ക് 1500 കോടി രൂപ അവരുടെ ഒരു ഇടപെടലിൻ്റെ ഭാഗമായി റിവേഴ്സൽ വഴി കുറച്ച് പണം കിട്ടി. റിവേഴ്സൽ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഇവിടെ സംസാരിച്ചിട്ടുണ്ട്. കാരണം പൊതുമേഖലാ സ്ഥാപനങ്ങൾ ടാക്സ് ഇവിടെ അടയ്ക്കണ്ട. ഇപ്പോൾ KSEB 700 കോടി രൂപയുടെ സാധനം മേടിച്ചതിരിക്കട്ടെ, അതിന് ടാക്സ് അടയ്ക്കണ്ട. പക്ഷേ ഇവിടെ ആ ബില്ല് റെക്കോർഡ് ചെയ്തില്ലെങ്കിൽ അവിടെ അവരടച്ച ടാക്സ് ഇവിടെ കിട്ടില്ല. VSSC കേരളത്തിലാണ് പ്രവർത്തിക്കുന്നത്. VSSC മേടിക്കുന്ന 1000 കോടി രൂപയുടെ എക്യുപ്മെൻറ്റുകൾക്ക് ടാക്സ് അടയ്ക്കേണ്ട അവർക്ക് ഇവിടെ. പക്ഷേ അവർ ഈ സാധനം സെയിലിന് കൊണ്ടുവന്നല്ല, ഇവിടെ കൊണ്ടുവരുമ്പോൾ അവരാ ബില്ല് നമുക്ക് പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്തില്ലെങ്കിൽ അവിടെ അവരടച്ച ടാക്സ് നമുക്ക് കിട്ടില്ല. ഇതാണ് റിവേഴ്സൽ. ഈ റിവേഴ്സൽ നമ്മൾ ആദ്യമേ തന്നെ നടപ്പിലാക്കി 1700 കോടിയോളം രൂപയാണെന്ന് എൻ്റെ ഓർമ്മ സാർ നമ്മൾ മേടിച്ചിട്ടുണ്ട്. നമ്മുടെ എല്ലാം മെച്ചമെന്നല്ല, ഏറ്റവും നമുക്കിനിയും റിസർച്ചും കാര്യങ്ങളൊക്കെ വേണം. ഞങ്ങൾ തന്നെ പ്രതിപക്ഷ നേതാവ് തന്നെ അദ്ദേഹം ഇവിടെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്, ഓൺലൈനിൻ്റെ ഈ സിനിമകളും മറ്റുമൊക്കെ ആയിട്ടുള്ള കഴിഞ്ഞ ചർച്ചകൾ പറഞ്ഞ ഇത്തരം കാര്യങ്ങൾ, ഈ ഓൺലൈനും ഈ അതിനുൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ടാക്സ് വരുത്തുന്ന കാര്യം ഇപ്പോൾ നമ്മൾ ആലോചിച്ചിട്ടുണ്ട്. ഇങ്ങനെ കാര്യങ്ങൾ ചെയ്ത് നമുക്ക് കറക്റ്റ് ചെയ്യണം. ഇതിനകത്ത് യാതൊരു സംശയമില്ല. നമുക്ക് കിട്ടേണ്ട പണം കുറേ കിട്ടാനുണ്ടെന്ന് ഞങ്ങളോട് പറയുന്നതാണ്. പക്ഷേ അത് GST സമ്പ്രദായത്തിൻ്റെ പല പോരായ്മകളും മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആ പ്രശ്നമുണ്ട്. GSTക്ക് ബേസിക്കലി അടിസ്ഥാനപരമായി GST എതിർത്തിട്ടുള്ള ആളുകൾ തന്നെയാണ് ഞങ്ങൾ. അതുകൊണ്ട് അക്കാര്യം ഞങ്ങൾ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമിക്കുന്നുണ്ട് സാർ. സാർ, ഇവിടെ മറ്റ് ഈ വിദ്യാർത്ഥി സംഘടനയുടെ കാര്യം ഇന്നലെ പറഞ്ഞാണ് സാർ. ഇവിടെ നേരത്തെ സുമേഷ് സംസാരിച്ച് തന്നെ എനിക്ക് പറയാനുള്ളത് സാർ. വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ SFIയുടേതായ വലിയ റോള് ഉണ്ടെന്നുള്ള കാര്യം ഞങ്ങൾക്കൊക്കെ അഭിമാനത്തോടെ പറയാതിരിക്കാൻ പറ്റില്ല. ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റിലും ഞങ്ങൾ രാഷ്ട്രീയമായിട്ട് CPM-ഓ ഇടതുപക്ഷമോ ശക്തിയില്ലാത്ത സ്ഥലങ്ങളിലും ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാർത്ഥി സംഘടനയായിട്ട് SFI ഉണ്ട്. അവിടെ എല്ലാം ഏറ്റവും കൃത്യമായി ഈ കാര്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനും മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന സംഘടന തന്നെയാണ് സാർ. അങ്ങനെയൊരു സംഘടനയാണ് കേരളത്തിൽ തന്നെ. ഈ കേരളത്തിലെ പൊതുവായ വിദ്യാഭ്യാസ മേഖലയിൽ എത്രയോ നേട്ടങ്ങളിൽ ആ വിദ്യാർത്ഥി സംഘടനയുണ്ട്. ആ വിദ്യാർത്ഥി സംഘടനയിൽ ഇപ്പോൾ ആരെങ്കിലും ഇവിടെ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്തെങ്കിലും തെറ്റ് കാണിച്ചാൽ ആ കോൺഗ്രസ് പാർട്ടി ആകെ തെറ്റാന്ന് പറയണ്ട. ഏതെങ്കിലും SFI പ്രവർത്തകൻ ഒരു അബദ്ധത്തിൽ ചെന്നിയാടിയാൽ അതിനകത്ത് അവരെ കറക്റ്റ് ചെയ്യാന്നല്ലാതെ വേറെ കാര്യമില്ല. ആ സംഘടനയുടെ പ്രത്യേകതകൾ കാണണം സാർ. ഇവിടെ ഒരു പ്രശ്നം കൂടി ഉണ്ട് സാർ, അതോടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നീറ്റ് പോലെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ടല്ലോ ഇപ്പോൾ. പരീക്ഷ, നീറ്റ്, എല്ലാ പരീക്ഷയെ സംബന്ധിച്ചും വാസ്തവത്തിൽ ഈ നീറ്റ് പരീക്ഷയുടെ റിസൾട്ട് നേരത്തെ ആയിരുന്നെങ്കിൽ BJP ഗവൺമെൻറ് അധികാരത്തിൽ വരത്തില്ലെന്നാണ് എൻ്റെ ഫീലിംഗ്. നീറ്റിൻ്റെ റിസൾട്ട് നേരത്തെ വന്നായിരുന്നെങ്കിൽ ഇന്ത്യയിലാകെ ഈ നീറ്റ് പരീക്ഷ ഇപ്പോൾ കോടതിയൊക്കെ ഇടപെട്ടല്ലോ, നീറ്റും മറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ എല്ലാം. സാർ, അങ്ങനെയുള്ള വിദ്യാഭ്യാസത്തെ അങ്ങനെ കാണുന്ന ആളുകൾ എങ്ങനെയാണ് സർവകലാശാലകളുടെ ഭരണത്തെ കാണുന്നത്? ഇപ്പോൾ സർവകലാശാലയിലെ വൈസ് ചാൻസലർമാരെ നിശ്ചയിക്കാൻ 2 or 3 പേരെ സെർച്ച് കമ്മിറ്റിയൊക്കെ അങ്ങ് വെക്കുകയല്ലേ, ഗവർണറും മറ്റുമൊക്കെ. സാർ, ഇതൊരു പ്രശ്നമെന്ന നിലയിൽ ഇടതുപക്ഷത്തിൻ്റെ മാത്രം പ്രശ്നമാണോ സാർ? ഞാൻ ഈ രാഷ്ട്രീയം ഇടതുപക്ഷത്തിൻ്റെ മാത്രം പ്രശ്നമാണോ? കോടതി പറഞ്ഞതെന്ന് കോടതി ചലഞ്ച് ചെയ്യുന്നതല്ല. അപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ഒരു അവസരം കിട്ടിയാൽ നീറ്റ് പോലുള്ള കാര്യങ്ങൾ ഇനി നടക്കുമ്പം നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസം അങ്ങനെ മോശമായിട്ടുണ്ടോ? ഇവിടെ 4 ഇയർ ഡിഗ്രിയുടെ കാര്യം പറഞ്ഞു. 4 ഇയർ ഡിഗ്രി ഉൾപ്പെടെ പ്രഗത്ഭരായ കേരളത്തിനകത്ത് മാത്രമല്ല ഇന്ത്യയിലെ പ്രമുഖമായ സർവകലാശാലകളിലൊക്കെ പ്രവർത്തിക്കുന്ന അക്കാഡമിക് പണ്ഡിതന്മാർ, വൈസ് ചാൻസലർമാർ ഉൾപ്പെടെയുള്ള കമ്മിറ്റിയൊക്കെ വെച്ച് പഠനം നടത്തിയിട്ടാണ് അത് നടപ്പിലാക്കുന്നത്. സാർ, അതെല്ലാം നടപ്പിലാക്കുമ്പോൾ നമ്മുടെ വിദ്യാർത്ഥികളുടെ അത് നടപ്പിലാക്കുന്നതിന് അനുഭവത്തിൽ കൂടുതൽ മെച്ചപ്പെടുത്തണം. പക്ഷെ ഞാൻ പറഞ്ഞത് സർവകലാശാല എന്ന് പറഞ്ഞാൽ വളരെ സ്വതന്ത്രമായ സ്വഭാവമുള്ളതാണ്. ഏത് സർവകലാശാലയിലും ആ സർവകലാശാലയുടെ ഭരണസമിതിയെയും വൈസ് ചാൻസലർമാരെയും വരെ തീരുമാനിക്കുന്നതിന് നമ്മൾ ഫെഡറലിസത്തിൻ്റെ പ്രശ്നം പറയുന്നുണ്ടല്ലോ. പണത്തിൻ്റെ കാര്യം മാത്രമല്ല സാർ ഫെഡറലിസം, നിയമങ്ങളുടെ കാര്യത്തിലെല്ലാം ഫെഡറലിസം ബാധകമാണ് സാർ.
നമ്മുടെ അക്കാഡമിക് ഫെഡറലിസവും അക്കാഡമിക് രംഗത്തെ കാര്യങ്ങൾ ഉൾപ്പെടെ ബാധിക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ വരുമ്പോൾ ദൗർഭാഗ്യവശാൽ നമുക്ക് വേണ്ടത്ര അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നില്ല. ഗവർണർ ഇങ്ങനെ ഒരു തീരുമാനം എടുത്താൽ, വേറെ ആരെങ്കിലും ഒരു തീരുമാനം എടുത്താലൊക്കെ അത്തരം ചർച്ചകൾ, അക്കാഡമിക് ചർച്ചകൾ വരുന്നില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞാണ് സാർ, ഈ അല്ലെങ്കിൽ നിയമപരമായ കാര്യങ്ങൾ. അപ്പോൾ കേരളത്തിൻ്റെ പൊതുകാര്യങ്ങളിലുള്ള ചർച്ച രാഷ്ട്രീയ കാര്യങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ക് തീർക്കൽ മാത്രമല്ല, കേരളത്തിൻ്റെ നേട്ടങ്ങൾ സംരക്ഷിക്കാനാണ്. എന്തായാലും കേരളത്തെ വളരെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി തന്നെ ഈ ഗവൺമെൻറ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് സഹായകരമായിട്ടുള്ള ഭരണപരമായ ധനപരമായ കാര്യങ്ങൾക്ക് സഹായിക്കാനാണ് സാർ ഇവിടെ ഈ അവതരിപ്പിച്ച 2 രേഖകളും. അത് പിന്തുണയ്ക്കണം, അത് അംഗീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ. ബഹുമാനപ്പെട്ട പാർലമെന്ററി മിനിസ്റ്റർ. സാർ, നേരത്തെ ഒരു തർക്കം ഉണ്ടായപ്പോൾ പിൻബെഞ്ചിലിരിക്കുന്നവർക്ക് എന്തു ആവാമെന്ന് ഒരു പരാമർശം നടത്തി. അത് ഉചിതമായില്ല. പിൻബെഞ്ചിലുള്ളവരെ മോശക്കാരായിട്ട് കണ്ടിട്ടല്ല, മുന്നിലിരിക്കുന്നവരെന്നോ പിന്നിലിരിക്കുന്നവരോ എന്നുള്ള വ്യത്യാസമൊന്നും സഭയിൽ ഇല്ല, അങ്ങനെ കാണിക്കാറുമില്ല. അപ്പം അത് പിൻവലിക്കുന്നു, അത് രേഖകളിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന്. യെസ്, ഇത് പരസ്പരം നമുക്ക് അനുകരിക്കാൻ സാധിക്കുന്ന ഒരു അനുകരണീയ മാതൃകയാണ്. ചിലപ്പോൾ നമ്മളിങ്ങനെ ഫ്ലോറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാശിപ്പുറത്ത് പറയുമ്പോൾ അതിനകത്ത് ഉറച്ചു നിൽക്കണ്ട, അതിലൊരു ഫോൾസ് പ്രസ്റ്റീജും കാണണ്ട. ചില ഘട്ടങ്ങളിൽ നമുക്ക് ഇത്തരം കാര്യങ്ങൾ കാണാമെന്ന് പറയാനുള്ളൂ. യെസ്. നീതിന്യായ നിർവഹണം എന്ന 3-ാം നമ്പർ ധനാഭ്യർത്ഥനയുടെ പേരിൽ 3000 രൂപയുടെ ഉപധനാഭ്യർത്ഥന അനുവദിക്കണമെന്ന് ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ പോൾ. യെസ് പോൾ, റിംഗ് ദ ബെൽ. യെസ്. നീതിന്യായ നിർവഹണം എന്ന 3-ാം നമ്പർ ധനാഭ്യർത്ഥനയുടെ പേരിൽ 3000 രൂപയുടെ ഉപധനാഭ്യർത്ഥന അനുവദിക്കണം എന്ന ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ യെസ്, പ്രതികൂലിക്കുന്നവർ നോ, നിഷ്പക്ഷത പാലിക്കുന്നവർ അബ്സ്റ്റെയിൻ എന്ന ക്രമത്തിൽ വോട്ട് രേഖപ്പെടുത്തേണ്ടതാണ്. സ്റ്റാർട്ട് പോളിംഗ്. യെസ്. ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ 65, എതിർക്കുന്നവർ 33, നിഷ്പക്ഷത പാലിക്കുന്നവർ 0. ഉപക്ഷേപം പാസ്സായിരിക്കുന്നു, ഗ്രാന്റ് അനുവദിച്ചിരിക്കുന്നു. മുദ്രപത്രങ്ങളും രജിസ്ട്രേഷനും എന്ന 7-ാം നമ്പർ ധനാഭ്യർത്ഥനയുടെ പേരിൽ 1000 രൂപയുടെ ഉപധനാഭ്യർത്ഥന അനുവദിക്കണം ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ സെയിം സ്ട്രെങ്ത്. ഉപക്ഷേപം പാസ്സായിരിക്കുന്നു, ഗ്രാന്റ് അനുവദിച്ചിരിക്കുന്നു. ജില്ലാ ഭരണവും പലവകയും എന്ന 11-ാം നമ്പർ ധനാഭ്യർത്ഥനയുടെ പേരിൽ 1000 രൂപയുടെ ഉപധനാഭ്യർത്ഥന അനുവദിക്കണം ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ സെയിം സ്ട്രെങ്ത്. ഉപക്ഷേപം പാസ്സായിരിക്കുന്നു, ഗ്രാന്റ് അനുവദിച്ചിരിക്കുന്നു. തൊഴിലും തൊഴിലാളി ക്ഷേമവും പ്രവാസി ക്ഷേമവും എന്ന 24-ാം നമ്പർ ധനാഭ്യർത്ഥനയുടെ പേരിൽ 1000 രൂപയുടെ ഉപധനാഭ്യർത്ഥന അനുവദിക്കണം ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ സെയിം സ്ട്രെങ്ത്. ഉപക്ഷേപം പാസ്സായിരിക്കുന്നു, ഗ്രാന്റ് അനുവദിച്ചിരിക്കുന്നു. ക്ഷീരവികസനം എന്ന 32-ാം നമ്പർ ധനാഭ്യർത്ഥനയുടെ പേരിൽ 1000 രൂപയുടെ ഉപധനാഭ്യർത്ഥന അനുവദിക്കണം ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ സെയിം സ്ട്രെങ്ത്. ഉപക്ഷേപം പാസ്സായിരിക്കുന്നു, ഗ്രാന്റ് അനുവദിച്ചിരിക്കുന്നു. മത്സ്യബന്ധനം എന്ന 33-ാം നമ്പർ ധനാഭ്യർത്ഥനയുടെ പേരിൽ 1000 രൂപയുടെ ഉപധനാഭ്യർത്ഥന അനുവദിക്കണം ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ സെയിം സ്ട്രെങ്ത്. ഉപക്ഷേപം പാസ്സായിരിക്കുന്നു, ഗ്രാന്റ് അനുവദിച്ചിരിക്കുന്നു. വ്യവസായങ്ങൾ എന്ന 37-ാം നമ്പർ ധനാഭ്യർത്ഥനയുടെ പേരിൽ 1,51,50,000 രൂപയുടെ ഉപധനാഭ്യർത്ഥന അനുവദിക്കണം ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ സെയിം സ്ട്രെങ്ത്. ഉപക്ഷേപം പാസ്സായിരിക്കുന്നു, ഗ്രാന്റ് അനുവദിച്ചിരിക്കുന്നു. തുറമുഖങ്ങൾ എന്ന 40-ാം നമ്പർ ധനാഭ്യർത്ഥനയുടെ പേരിൽ 12,01,00,000 രൂപയുടെ ഉപധനാഭ്യർത്ഥന അനുവദിക്കണം ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ സെയിം സ്ട്രെങ്ത്. ഉപക്ഷേപം പാസ്സായിരിക്കുന്നു, ഗ്രാന്റ് അനുവദിച്ചിരിക്കുന്നു. 2016, 17, 2017, 2018, 2018, 2019, 2019, 2020 സാമ്പത്തിക വർഷങ്ങളിലെ അധിക ധനാഭ്യർത്ഥനകൾ ചർച്ചയില്ല.
2016-2017 സാമ്പത്തിക വർഷത്തേക്കുള്ള അധിക ധനാഭ്യർത്ഥനകൾ. ട്രഷറികളും അക്കൗണ്ടുകളും എന്ന 10ാം നമ്പർ ധനാഭ്യർത്ഥനയുടെ പേരിൽ അധികമായി ചെലവായ 10,80,38,497 രൂപയുടെ അധിക ധനാഭ്യർത്ഥന. അനുവദിക്കണമെന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ സെയിം സ്ട്രെങ്ത് അധിക ധനാഭ്യർത്ഥന പാസ്സായിരിക്കുന്നു. ഗ്രാന്റ് അനുവദിച്ചിരിക്കുന്നു. ജില്ലാ ഭരണവും പലവകയും എന്ന 11ാം നമ്പർ ധനാഭ്യർത്ഥനയുടെ പേരിൽ ശ്രീ ചാണ്ടി കുറച്ചുകൂടി ഡിസിപ്ലിൻ ആവണം. ജില്ലാ ഭരണവും പലവകയും എന്ന 11ാം നമ്പർ ധനാഭ്യർത്ഥനയുടെ പേരിൽ അധികമായി ചെലവായി 1,80,62,932 രൂപയുടെ അധിക ധനാഭ്യർത്ഥന. അനുവദിക്കണം എന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ സെയിം സ്ട്രെങ്ത് അധിക ധനാഭ്യർത്ഥന പാസ്സായിരിക്കുന്നു. ഗ്രാന്റ് അനുവദിച്ചിരിക്കുന്നു. പൊതുമരാമത്ത് എന്ന 15ാം നമ്പർ ധനാഭ്യർത്ഥനയുടെ പേരിൽ അധികമായി ചെലവായ 67,17,972 രൂപയുടെ അധിക ധനാഭ്യർത്ഥന അനുവദിക്കുന്ന പ്രശ്നത്തെ ശ്രീ ടി വി ഇബ്രാഹിം അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ സെയിം സ്ട്രെങ്ത് അധിക ധനാഭ്യർത്ഥന പാസ്സായിരിക്കുന്നു. ഗ്രാന്റ് അനുവദിച്ചിരിക്കുന്നു. കുടുംബക്ഷേമം എന്ന 19ാം നമ്പർ ധനാഭ്യർത്ഥനയുടെ പേരിൽ അധികമായി ചെലവായ 13,93,07,240 രൂപയുടെ അധിക ധനാഭ്യർത്ഥന അനുവദിക്കണമെന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ സെയിം സ്ട്രെങ്ത് അധിക ധനാഭ്യർത്ഥന പാസ്സായിരിക്കുന്നു. ഗ്രാന്റ് അനുവദിച്ചിരിക്കുന്നു. ഭക്ഷ്യം എന്ന 30ാം നമ്പർ ധനാഭ്യർത്ഥനയുടെ പേരിൽ അധികമായി ചെലവായ 1,63,02,089 രൂപ അധിക ധനാഭ്യർത്ഥന അനുവദിക്കണമെന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ സെയിം സ്ട്രെങ്ത് അധിക ധനാഭ്യർത്ഥന പാസ്സായിരിക്കുന്നു. ഗ്രാന്റ് അനുവദിച്ചിരിക്കുന്നു. 2017-18 സാമ്പത്തിക വർഷത്തേക്കുള്ള അധിക ധനാഭ്യർത്ഥനകൾ. സംസ്ഥാന നിയമസഭ എന്ന 1ാം നമ്പർ ധനാഭ്യർത്ഥനയുടെ പേരിൽ അധികമായി ചെലവായ 69,28,210 രൂപയുടെ അധിക ധനാഭ്യർത്ഥന അനുവദിക്കണമെന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ സെയിം സ്ട്രെങ്ത് അധിക ധനാഭ്യർത്ഥന പാസ്സായിരിക്കുന്നു. ഗ്രാന്റ് അനുവദിച്ചിരിക്കുന്നു. പൊതുമരാമത്ത് എന്ന 15ാം നമ്പർ ധനാഭ്യർത്ഥനയുടെ പേരിൽ അധികമായി ചെലവായ 65,46,74,799 രൂപയുടെ അധിക ധനാഭ്യർത്ഥന അനുവദിക്കണമെന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ സെയിം സ്ട്രെങ്ത് അധിക ധനാഭ്യർത്ഥന പാസ്സായിരിക്കുന്നു. ഗ്രാന്റ് അനുവദിച്ചിരിക്കുന്നു. പെൻഷനും പലവകയും എന്ന 16ാം നമ്പർ ധനാഭ്യർത്ഥനയുടെ പേരിൽ അധികമായി ചെലവായ 2,273,73,14,119 രൂപയുടെ അധിക ധനാഭ്യർത്ഥന അനുവദിക്കണമെന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ സെയിം സ്ട്രെങ്ത് അധിക ധനാഭ്യർത്ഥന പാസ്സായിരിക്കുന്നു. ഗ്രാന്റ് അനുവദിച്ചിരിക്കുന്നു. കുടുംബക്ഷേമം എന്ന 19ാം നമ്പർ ധനാഭ്യർത്ഥനയുടെ പേരിൽ അധികമായി ചെലവായ 54,53,82,62 രൂപയുടെ അധിക ധനാഭ്യർത്ഥന അനുവദിക്കണമെന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ അധിക ധനാഭ്യർത്ഥന പാസ്സായിരിക്കുന്നു. സെയിം സ്ട്രെങ്ത് അധിക ധനാഭ്യർത്ഥന പാസ്സായിരിക്കുന്നു. ഗ്രാന്റ് അനുവദിച്ചിരിക്കുന്നു. 2018-19 സാമ്പത്തിക വർഷത്തേക്കുള്ള അധിക ധനാഭ്യർത്ഥനകൾ. സംസ്ഥാന നിയമസഭ എന്ന 1ാം നമ്പർ ധനാഭ്യർത്ഥനയുടെ പേരിൽ അധികമായി ചെലവായ 64,47,966 രൂപയുടെ അധിക ധനാഭ്യർത്ഥന അനുവദിക്കണമെന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ സെയിം സ്ട്രെങ്ത് അധിക ധനാഭ്യർത്ഥന പാസ്സായിരിക്കുന്നു. ഗ്രാന്റ് അനുവദിച്ചിരിക്കുന്നു. 2019-2020 വർഷത്തേക്ക് അധിക ധനാഭ്യർത്ഥന ചാർജ് ഇനത്തിൽ മാത്രമേ ആയുള്ളൂ.